നമ്മൾ നേരത്തെ 207 വരെയുള്ള ആയത്തുകളിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. അതിന്റെ വിശദീകരണം പൂർത്തിയായിട്ടില്ല. അതിലുള്ള ഉള്ളടക്കം എന്ന് പറഞ്ഞത് ചില ആളുകൾ അവരുടെ ഭൗതിക ജീവിതത്തിലെ ചില അഭിനയങ്ങൾ വല്ലാതെ ആളെ ആകർഷിക്കുന്ന രീതിയിലാണ് അവരുടെ വാക്കുകൾ, അവരുടെ നാട്യങ്ങളൊക്കെ. അയാൾ പറഞ്ഞൊക്കെ ശരിയാണെന്നുള്ളതിന് അള്ളാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് വർത്താനം പറയും. പക്ഷെ ആ വർത്താനം പറയുന്നിടത്ത് നിന്ന് നിഷ്ക്രമിച്ചാൽ, പിന്തിരിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരർത്ഥമുള്ള അധികാരം അയാൾക്കുണ്ടായാൽ, ആ തവല്ല എന്നുള്ള വാക്ക് രണ്ടർത്ഥങ്ങൾക്ക് അർത്ഥം പറയുന്നുണ്ട്. പിന്നെ അവൻ്റെ ഉദ്യമം ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാനാണ്. അതുപോലെ കൃഷി, മനുഷ്യ സന്താനങ്ങൾ ഇതിനൊക്കെ നാശം വരുത്താനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ അല്പം വിശദമായ വിശദീകരണത്തിലൂടെ റഷീദുള്ള അങ്ങനെ കടന്നു പോവുകയാണ്. അതിൽ നമ്മളുടെ പേജ് PDF 210 വരെ നമ്മൾ നേരത്തെ വായിച്ചു കഴിഞ്ഞു. 211 മുതൽക്കാണ് വായിക്കാം. തന്റെ കൽബ് ഹിദായത്തിലാണ് എന്നുള്ളതിന് അള്ളാഹുവിനെ സാക്ഷി ആക്കിയിട്ട് ഈ ഫസാദ് ഉണ്ടാക്കുന്ന ആള് പറയുന്നുണ്ട്. ഇന്ദമനി അതൊന്നും അന്നഹു യജാലു ഹഖീഖത്ത് അംരിഹി, ഇത് ഇവൻ പറഞ്ഞ സത്യമാണ് എന്ന് വിചാരിക്കുന്നവരുടെ അടുക്കൽ അങ്ങനെ ബോധ്യപ്പെടുത്താൻ അവന് അള്ളാഹുവിനെ സാക്ഷി നിർത്തിയൊക്കെ പറയാണ്. പല താലാബാദ ബയാനി അമലിഹിത്തിന്റെ ഇഫ്സാദ്, ഇവന്റെ ഈ ഫസാദ് പ്രവർത്തനം വിശദീകരിച്ചതിന് ശേഷം അള്ളാഹു തആല പറയാണ്, വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്, ഈ ഫസാദ് അള്ളാഹുക്ക് ഒരിക്കലും ഇഷ്ടപ്പെടൂല. കൈന്ന ഇഫ്സാദ് ഹാദൽ മുനാഫിഖ് ളാഹിറുൻ ബിൽ വുജൂദ്, അതായത് ഈ കപടൻ ഉണ്ടാക്കുന്ന ഇഫ്സാദ് പുറമെ പ്രകടമാണ്, കാണാവുന്നതാണ്. പക്ഷെ അവർ ലാഹിർ ഉൻവാനുൽ ബാത്തിൻ, ഒരാളുടെ ഉള്ളിൽ എന്തുണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവാണ് പുറത്തേക്ക് വരുന്ന സംഗതികൾ. അപ്പൊ ഇഫ്സാദു ഫി അമലിഹി ദലീലുൻ അല ഫസാദ് ഖൽബിഹി, അപ്പൊ ഇയാളുടെ അമലിൽ ഈ ഫസാദ് അല്ലെങ്കിൽ ഇഫ്സാദ് ഇയാൾ വരുത്തുന്നുണ്ടെങ്കിൽ അയാളുടെ ഖൽബും ഫാസിദ എന്നുള്ളതിന്റെ ഒരു തെളിവാണത്. അപ്പൊ കൽബിഹി ഫി ഇഷ്ഹാദില്ലാഹി അലൈഹി, തന്റെ വാക്കുകൾക്ക് അള്ളാഹുവിനെ സാക്ഷി നിർത്തി പറയുന്ന ആ ആള് കരിബാണ് പറയുന്നത് എന്നുള്ളതിനും ഈ പ്രവർത്തനങ്ങൾ, പുറമേയുള്ള പ്രവർത്തനങ്ങൾ തെളിവാണ്. വല്ലാഹു ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ, സൂറത്തുൽ മാഇദ. ലിഅന്നഹു ലാ യുഹിബ്ബുൽ ഫസാദ്, മുഫ്സിദീങ്ങൾ ഇഷ്ടമല്ല എന്നാൽ ഫസാദ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഫസാദുകാരെ ഇഷ്ടമല്ല. ഇവിടെ ഫസാദിന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു, മാഇദയിൽ ഫസാദുകാരെ ഇഷ്ടമല്ല എന്നും പറഞ്ഞു. വഫിൽ ആയത്തി ദലീലും അലാന തിൽക സിഫാത്തുൽ മാഹിറത്തുൽ മഹ്മൂദത്തുൽ ലാ തകുൻ മഹ്മൂദത്തൻ മർദിയത്തൻ ഇൻദല്ലാഹി തആല. അപ്പോൾ ഈ ആയത്തിൽ നിന്ന് നമുക്ക് തെളിവായി കിട്ടുന്ന ഒരു കാര്യം എന്താണ്? പുറമേക്ക് ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന, സ്തുതിക്കുന്ന, പ്രത്യക്ഷമായി കാണുന്ന പല സിഫത്തുകളും അത് അള്ളാഹുവിൻ്റെ അടുക്കൽ തൃപ്തികരവും സ്തുതിക്കപ്പെടുന്നു ആയിക്കൊള്ളുന്നില്ല, ആവില്ല. ഇല്ല ഇത് അസ്ലഹ സാഹിബുഹ അമലഹു, അതായത് ഈ സിഫത്തുള്ള ആള് അയാളുടെ അമല് നന്നാക്കിയെങ്കിൽ മാത്രമേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആള് അംഗീകരിക്കപ്പെടുള്ളൂ, പിന്നെ നല്ല അളവ് ആവുള്ളൂ. അപ്പൊ ഇന്നല്ലാഹു തആല ലാ യൻദുറു ഇല സൂരി വൽ അഖ്വാൽ, കാര്യം എന്താ വെച്ചാൽ അള്ളാഹു തആല ആളുകൾ എന്ത് പറയുന്നുള്ള കൗലിലേക്കോ അയാളുടെ പ്രകട രൂപത്തിലേക്കോ അല്ല നോക്കുന്നത്. വൈന്നമാ യൻദുറു ഇലൽ ഖുലൂബി വൽ അഅമാൽ, അയാൾ എന്ത് ചെയ്യുന്നു, അയാളുടെ ഖൽബ് എന്ത് എന്നുള്ളതിലേക്കാണ് നോക്കുന്നത്. അയാളുടെ ചെയ്തികളിലേക്കും മനസ്സിന്റെ അകത്തേക്കാണ് അള്ളാഹുവിന്റെ നോട്ടം. അല്ല പുറത്തേക്കുള്ള സുന്ദരമായ വാക്കുകളിലോ അയാളുടെ ആകാര സൗഷ്ഠവങ്ങളിലൊന്നും അള്ളാഹു തആല ആകർഷണം പോകുന്നില്ല. വഹിയ ഉർഷിദുനായി തംയീസ് ബൈനൻ നാസ് ബിഅമാലിഹിം വസിറത്തിഹിം, അതുകൊണ്ട് തന്നെ ഈ ഒരു പരാമർശം ജനങ്ങളെ വേർതിരിച്ച് കാണണം എന്നുള്ളതിലേക്ക് നമ്മളെ ഗൈഡ് ചെയ്യാൻ പര്യാപ്തമാണ്. അതായത് ആളുകളുടെ സീറ എന്ന് പറഞ്ഞാൽ അവരുടെ ബിഹേവിയർ ആണ് ഉദ്ദേശം. അവരുടെ പിന്നെ പെരുമാറ്റവും അവരുടെ അമലുകളൊക്കെ നോക്കിയിട്ട് ആളുകളെ കാറ്റഗറൈസ് ചെയ്യേണ്ടതുണ്ട്. എല്ലാവരും ഒരേ കണ്ണോടോട് കണ്ടിട്ട് കാര്യമല്ല, തംയീസ് ചെയ്യണം എന്നുള്ളിടത്തേക്കാണ് ഈ ആയത്ത് നമ്മളെ ഗൈഡ് ചെയ്യുന്നത്. വാജിബുൽ ഇഖ്തിറാർ ബി സുഹ്റുഫിൽ ഖൗൽ, അതേപോലെ നല്ല മുഞ്ചുള്ള സുഹ്റുഫായ വാക്ക് കേട്ടിട്ട് അതിൽ വഞ്ചിതരാകരുത് എന്നുള്ളതുമാണ് ഈ ആയത്ത് നമ്മൾ ഗൈഡ് ചെയ്യുന്നത്. മജാലിസിൽ ഖൗൽ, കാരണം ഈ ആൾക്കാർ സംസാരിക്കുന്ന വേദി അല്ലെങ്കിൽ ആ മജ്‌ലിസ് വിട്ട് പിരിഞ്ഞു പോയാൽ ലം യകുൻ ലഹും ബുദ്ദുൻ മിൻ സായിൻ അമൽ, പോയാൽ പിന്നെ അവർക്ക് അവരുടെ ഒരു അമൽ ഉണ്ടാവുമല്ലോ. ആ അമൽ എന്തായിരുന്നാലും ഉണ്ടാവും. ബൽ അമൽ ഇമ്മ ഖൈറുൻ വ ഇസ്ലാഹുൻ വ ഇമ്മ ശർറുൻ വ ഇഫ്സാദ്, അത് രണ്ടാമതൊന്നായിരിക്കും. ഈ സംസാരമൊക്കെ കഴിഞ്ഞ് അയാളുടെ പാട്ടിന് പോയി കഴിഞ്ഞാൽ അയാൾ ചെയ്യുന്ന അമലുകൾ ഒന്നുകിൽ നന്മയും ഇസ്ലാഹും ആയിരിക്കും, അല്ലെങ്കിൽ ഷർറും ഇഫ്സാദും ആയിരിക്കും.
വകുല്ലു ഇനാഇൻ യംലഹു ബിമാ ഫീഹി. എല്ലാ പാത്രത്തിലും എന്താണ് നിറച്ചത്, അതുകൊണ്ടാണ് ആ പാത്രം തുളുമ്പുക. അയാളുടെ മനസ്സിൽ എന്താണ് നിറച്ചത് അതാണ് തുളുമ്പി പുറത്തു വരിക. ഖൈറിന്റെ ആളാണെങ്കിൽ, മനസ്സിൽ ഖൈറാണെങ്കിൽ ഖൈർ പുറത്തേക്ക് വരും, ഇസ്ലാഹ് വരും. ഷർറാണ് അയാളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് പുറത്തേക്ക് വരും. فلما كان الإفساد يذكر تارة عن الجهل وسوء الفهم وأحيانا من فساد الفطرة وسوء القصد وكان يعمل السوء بجهالة سريع التوبة بادرا إلى قبول النصيحة وكان الشأن الآخر الإصرار على ذنبه كالمستحي بربه. ذكر من صفة المفسد ما يميز بينه وبين المخطئ فقال وإذا قيل له اتق الله أخذته العزة بالإثم. അപ്പോ ഈ പറഞ്ഞ ഇഫ്സാദ് ഉണ്ടല്ലോ, ഇത് ചിലപ്പോൾ ചില ആളുകളുടെ മോശമായ ധാരണ കൊണ്ടും അറിവുകേട് കൊണ്ടും ഉണ്ടാവാം. വിവരമില്ലായ്മ കൊണ്ട് ഇഫ്സാദ് വരാം. ചിലപ്പോൾ അൻ ഫസാദിൽ ഫിത്രത്തി വസൂൽ ഖസ്ദി, ദുരുദ്ദേശം കൊണ്ടും അയാളുടെ ഫിത്രത്ത് അത്രയും മോശമായതുകൊണ്ടും, അയാളുടെ ക്യാരക്ടർ മോശമായതുകൊണ്ട് തന്നെ ബോധപൂർവം അങ്ങനെയും വരാം ഇഫ്സാദ്. ആദ്യം പറഞ്ഞത് വിവരക്കേട് കൊണ്ട് വരുന്ന ഇഫ്സാദാണ്, മറ്റേത് ബോധപൂർവം വരുന്ന ഇഫ്സാദാണ്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ വ്യത്യാസം, വക്കാലമൻ യാമൽ സു അബി ജഹാല ശരിയ തൗബ. ഈ അറിയാതെ സൂ ചെയ്തു പോകുന്ന ആൾക്കാർ, അവർക്കൊരു കുറ്റം ബോധം വന്നാൽ തൗബ പെട്ടെന്ന് നടത്തും. മുബാദിറൻ ഇല്ല കബൂലി നസീഹ. അയാൾക്ക് ഗുണകാംക്ഷ അല്ലെങ്കിൽ സതുപദേശം ആര് കൊടുക്കുന്നുവോ അവരുടെ സന്ദേശം വേഗം സ്വീകരിക്കാൻ അയാൾ മുബാദിറായി ശരിയായിരിക്കും. എന്നാൽ വക്കാൻ ഷഹനൽ ആഖർ അൽ ഇസ്റാറു അലാ ദംബി. മറ്റേ ആളുടെ കാര്യം എന്ന് പറഞ്ഞാൽ അയാൾ ഒരിക്കലും പശ്ചാത്തപിക്കൂല, പറഞ്ഞു കൊടുത്താൽ മനസ്സിലാക്കൂല, അയാൾ തെറ്റിൽ ഉറച്ചു നിൽക്കാനുള്ളതായിരിക്കും അയാളുടെ രീതി. കൽ മുസ്തഹിജി ബി റബ്ബി, തന്റെ റബ്ബിനെ പോലും പുച്ഛിക്കുന്ന മട്ടിലായിരിക്കും അയാളുടെ ഭാവം, അയാളുടെ പെരുമാറ്റം. ഇതൊക്കെ സിഫത്തിൽ മുഫ്സിദി. അതുകൊണ്ട് തന്നെ ഈ മുഫ്സിദിന്റെ സിഫത്തായിട്ട് അള്ളാഹ് പറയാണ് മാ യുമയ്യിസ് ബൈനഹു ബൈനൽ മുഖ്തി. അബദ്ധത്തിൽ ഫസാദ് ചെയ്യുന്ന ആളെയും ബോധപൂർവം ഫസാദ് വരുത്തുന്ന ആളെയും വേർതിരിക്കാൻ ആവശ്യമായ കാര്യം അള്ളാഹു തആല പറയാണ്. അതെന്താ പറഞ്ഞത്? അതായത് ഇങ്ങനെ ചെയ്യുന്ന മുഫ്സിദായി കാണുന്ന ആളോട് നീ പടച്ചോനെ സൂക്ഷിച്ച് ജീവിക്കട്ടോ എന്നെങ്ങാനും പറഞ്ഞാൽ ഇവന്റെ കാര്യത്തിൽ എന്താ സംഭവിക്കുക? അവന്റെ ആ ഇസ്സത്ത് അവനെ ഇസ്മിന് പ്രേരിപ്പിക്കും. അതായത് ആ ദുരഭിമാനം അവനെ കുറ്റം ചെയ്യാൻ തന്നെ, കുറ്റത്തിൽ ഉറച്ചു നിൽക്കാനും അതിനെ ന്യായീകരിക്കാനൊക്കെ പ്രേരിപ്പിക്കും എന്നുള്ളതാണ്. ഉമിറബി മാറൂഫ് ഔ നുഹിയാൻ മുൻകർ. അതായത് അവനെ ഒരു മാറൂഫ് അവനോട് കൽപ്പിക്കുകയോ മുങ്കർ തടയുകയോ ചെയ്താൽ യുസ്രിയോ ഇലഹിൽ ഓളം, പെട്ടെന്ന് അവന് ദേഷ്യം അരച്ചു കയറും. വയാളും അലഹിൽ അമ്മ, ആ കൽപ്പന അവന് വളരെ അലീമായി തോന്നും, വളരെ ഭാരിച്ചായി തോന്നും. ഫതഖുൽ കിബ്രിയ വൽ അനഫ, അഹങ്കാരവും താൻപോരിമയും അവരെ പിടികൂടും. വതഖ്തിഫുൽ ഹമിയ വതൈഷുസ് സഫ, അതോടൊപ്പം വല്ലാത്തൊരു കുടില വാശിയും വിവരക്കേടിന്റെ ഒരു ആക്രാന്തവും, പൈസ പറഞ്ഞാൽ ലക്ഷ്യം തെറ്റിയുള്ള പോക്ക് എന്നുള്ളതാണ്, അതൊക്കെ ഉണ്ടാവും. പയക്കൂൻ കൽ മോഹുൽ ബിസ്സഹർ, അങ്ങനെ ശരിക്കൊരു എന്താ പറയുക, ഒരു ഭ്രാന്തൊക്കെ പിടിപെട്ട ആളെ പോലെ ആയിരിക്കും അവന്റെ അവസ്ഥ. ലാ യസ്തഖീമു ലഹു ഫിക്റുൻ, അവന്റെ ഒരു ചിന്തയും നേരെ വരൂല. ലിഅന്നഹു മുസ്റിറുൻ അലാ ഇഫ്സാദിഹി ലാ യബ്ഗി അൻഹു ഹിവലൻ, കാരണം അവൻ അവന്റെ ഇഫ്സാദിൽ ഉറച്ചു നിൽക്കുകയാണ്, അതിന് മാറണം എന്നുള്ള ഒരു ഉദ്ദേശം തന്നെ അവനില്ല. കിബ്രിയ വൽ ഹമിയ ബിൽ ഇസ്സ, ഇവിടെ അല്ലാഹു തആല ഇവന്റെ അഹന്തക്കും താൻപോരിമക്കും അഹങ്കാരത്തിനും ഇസ്സത്ത് എന്ന് ഇബാറത്ത് പറഞ്ഞ എന്തുകൊണ്ടാണ്? ലിൽ ഇശ്ആരി ബി വജ്ഹി ശബഹി ലിന്നഫ്സിൽ അമ്മാറത്ത് ബിസ്സൂഇ വഹുവ തഖയ്യുലുഹാ അൻ-നുസ്ഹ വൽ ഇർഷാദ് ദില്ലത്തുൻ തുനാഫിൽ ഇസ്സത്തുൽ മത്ലൂബ. അതെന്തിനാ ലിൽ ഇശ്ആരി, അറിയിക്കാൻ വേണ്ടിയാണ്. ബി വജ്ഹി ശബഹ ലിന്നഫ്സ് അൽ അമ്മാറ ബിസ്സൂ, തെറ്റിന് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനസ്സുമായിട്ടുള്ള ഇവന്റെ ഈ വജുഷബ്, ഈ സാദൃശ്യം. ബഹുവ തഖയ്യലുഹ അൻ-നുസ്ഹ വൽ ഇർഷാദ് ദില്ലത്തുൻ തുനാഫിൽ ഇസ്സത്തുൽ മത്ലൂബ. ഒരു തെറ്റിന് പ്രേരിപ്പിക്കുന്ന മനസ്സ് സതുപദേശത്തെയും നല്ല ഗൈഡൻസിനെയും ഒരു ദില്ലത്തായിട്ടാണ് ഖയാലിൽ കാണുന്നത്, ഒരു അപമാനമായിട്ടാണ് അവൻ കാണുന്നത്. തുനാഫിൽ ഇസ്സത്തുൽ മത്ലൂബ, അവൻ വിചാരിക്കുന്ന, അവൻ തേടുന്ന അഭിമാനത്തിനെതിരാണത്. എല്ലാവരും ഉപദേശത്തിന് വഴങ്ങി കൊടുക്കുക എന്നാൽ അവന്റെ ആ വലിപ്പത്തിനെതിരാണ് എന്ന ഒരു തോന്നലാണ് ഈ ദുരഭിമാനിയായ ഫസാദുകാരനായ ആൾക്ക് ഉണ്ടായിരിക്കുക എന്നാണ് അള്ളാഹ് പറയുന്നത്. അതാണ് ഇസ്സത്ത് എന്ന വാക്ക് ഉപയോഗിച്ച്. ഖാല ശൈഖുനാ ഹാദൽ വസ്ഫു ളാഹിറുൻ ജിദ്ദൻ,
തഫ്സീർ തവല്ലി ബിൽ വിലായത്തി വസൽത്ത. തവല്ലി എന്നുള്ള വാക്കിന് അധികാരം എന്ന തഫ്സീർ പറയാൻ ഈ വസ്തു വളരെ വ്യക്തമാണ്, വളരെ പ്രകടമാണ്. കാരണം അതിൽ ഹാക്കിമൽ ലാലിമൽ മുസ്തബിദ്ദ, ഒരു സ്വേച്ഛാധികാരിയായ ലാലിമായ ഒരു ഭരണാധികാരി ഉണ്ടല്ലോ, യക്ബുറു അലൈഹി അൻ യുർഷദ ഇലാ മസ്ലഹ, അയാൾ ഒരു മസ്ലഹത്തിലേക്ക് ഗൈഡ് ചെയ്യാന്നുള്ള ആൾക്ക് തീരെ ഉൾക്കൊള്ളാൻ കഴിയില്ല. അതൊക്കെ വളരെ കബീറായി തോന്നും. ഔ യുഹദ്ദിർ മിൻ ഔ യുഹദ്ദറ മിൻ മഫ്സദ, അല്ലെങ്കിൽ ഒരു തകരാറ് അല്ലെങ്കിൽ ഫസാദ ഒരു കാര്യം ചെയ്യുന്നതിൽ നിന്ന് അയാൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുക എന്നുള്ളത് അയാൾക്ക് ഉൾക്കൊള്ളാനേ ആവില്ല. തീരെ അയാൾക്ക് സൈഡിലുണ്ടാവില്ല ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്ന ഉൾക്കൊള്ളാൻ. ജനഹു യറ അന്നഹാൽ മഖാം അല്ലദി റകിബഹു അലാഹു, കാരണം ഈ അധികാരമുള്ള ആളുടെ ഭാവം എന്താണെന്നറിയോ, താൻ കയറിയിരിക്കുന്ന ഈ സ്ഥാനം ഉണ്ടല്ലോ, യജ്അലുഹു അലന്നാസി റഅയൻ വഅർജഹഹും മഖ്ലൻ, അയാളുടെ വിചാരം ഒരു അധികാരിയായി, ഒരു രാജാവായി അല്ലെങ്കിൽ ഒരു സ്ഥാനത്തെത്തിയാൽ മറ്റെല്ലാരെക്കാളും ബുദ്ധിയും അഖലും ഒക്കെ തനിക്കാണുള്ളത്, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഈ സ്ഥാനം തന്നെ എത്തിച്ചത് എന്ന വളരെ കോഴത്തം നിറഞ്ഞ ചിന്തയാണ് ആൾക്കുണ്ടാവുക. അധികാരത്തിന്റെ പേര് എല്ലാം കൊണ്ടും താനാണ് മീതെ, അഭിപ്രായം കൊണ്ടും ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും ഒക്കെ എന്നാണ് വിചാരിക്കും. ബലിൽ ഹാക്കിം മുസ്തബിദ്ദുല്ലദീ ലാ യഖാഫുല്ലാഹ തആല, മാത്രമല്ല അള്ളാഹനെ പേടിക്കാത്ത ഒരു സ്വേച്ഛാധിപതിയായ ഭരണാധികാരി യറ നഫ്സഹു ഫൗഖൽ ഹഖ്, ഹക്കിന്റെയും മീതെയാണ് തന്റെ സ്ഥാനം എന്നാണ് അയാൾ വിചാരിക്കുക. സത്യത്തിൽ താൻ കീഴടങ്ങല്ല, സത്യമണി ഇങ്ങോട്ട് കീഴടങ്ങിക്കോട്ടെ എന്നുള്ള ആൾക്ക് സത്യത്തിന്റെയും മീതെയാണ് താൻ എന്നുള്ള ഭാവം ഉണ്ടാവും. കമാനഹു ഫൗഖ അഹ്ലിഹി ഫി സൽഖ, കാരണം അധികാരത്തിൽ, പവറിൽ താൻ തന്റെ നാട്ടുകാരെക്കാളൊക്കെ മീതെയാണല്ലോ എന്ന പോലെ സത്യത്തിന്റെ മീതെയാണ് താൻ എന്ന് വിചാരിക്കായിരിക്കും അയാൾ ചെയ്യുക. ഫയജിബൻ യകൂന അഫന്ന റഈഹി ഖൈറ മിൻ ജൗദത്തി ആറായി, അപ്പോ അയാളുടെ പിന്നെ റഈയിലെ ഏറ്റവും പിന്നെ എന്താ പറയാ ഏറ്റവും മോശമായ സംഗതി അത് അവരുടെ അഭിപ്രായത്തിൽ നന്മയേക്കാളല്ല ഖൈറാണെന്നാണ് മൂപ്പര് വിചാരിക്കുക. വൈഫ്സാദുഹു നാഫിജൻ മഖ്ബൂലൻ ദൂന ഇസ്ലാഹിയും, അവരൊക്കെ ഇസ്ലാഹാണ് പറയുന്നതും നിർദ്ദേശിക്കുന്നുവെങ്കിലും അതിനേക്കാളെല്ലാം സ്വീകാര്യമായി നടപ്പാക്കേണ്ടതും തന്റെ ഇഫ്സാദാണ് എന്നാണ് കക്ഷി വിചാരിക്കുക. വകൈഫ യജൂസു ലിഅഹദിൻ മിൻമൻ യഖൂലു ലഹു ഇത്തഖില്ലാഹ ഫീ കദാ, അങ്ങനത്തെ ഒരാളോട് നിങ്ങൾ ഇന്ന വിഷയത്തിൽ അള്ളാഹിനെ പേടിക്കൂ എന്ന് എങ്ങനെ പറയാൻ കഴിയും? വൈനൽ അമീർ മിൻഹും ലയതി അംറൻ, കാരണം അമീർ, ഈ പറഞ്ഞ അമീർ ഒരു കാര്യം ചെയ്തു, ഫയദ്ഹറു ലഹു ളററുഹു ഫീ ശഖ്സിഹി ഔ ഫീ മുൽക്കിഹി, അപ്പൊ ചെയ്യുമ്പോൾ തനിക്ക് പേഴ്സണലായിട്ടോ അല്ലെങ്കിൽ തന്റെ അധികാരത്തിലോ എവിടെയെങ്കിലും അതിന്റെ ലറർ അയാൾക്ക് വ്യക്തമായി കാണുന്നു. വയവദ്ദു ലൗ യഹ്തദി സബീൽ ഇല്ല ഖുറൂജി മിൻ, അപ്പോ ഇന്ന് പുറത്തു കടക്കാൻ, രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗം കണ്ടിരുന്നെങ്കിൽ നാളെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഫയാറു ലഹു നാസിഹൻ, അന്നേരം അയാൾക്ക് ഗുണോപദേശിക്കുന്ന ഗുണകാംക്ഷിയായ ഒരു ഉപദേശകൻ മുന്നോട്ട് വരുന്നു. യശ്റഹു ലഹു അസ്സബീൽ, അയാള് അദ്ദേഹത്തിന് ശരിക്കുള്ള വഴി വിശദീകരിച്ചു കൊടുക്കുന്നു. സുലൂക്കുഹ, പക്ഷേ അയാളുടെ സുലൂക്ക്, അതിന് അയാളുടെ പെരുമാറ്റം അതിന് ഉൾക്കൊള്ളാൻ തയ്യാറാവില്ല, അയാളുടെ ബിഹേവിയർ. വഹുയാലം അന്ന ഫിഹൻ നജാത്ത വൽ ഫൗസ്, അതിലാണ് രക്ഷ എന്നൊക്കെ അയാൾക്കറിയാം. ഇല്ലാ യഹ്താന നാസിഫി ഇസ്റായിഹ, പക്ഷെ എന്ത് ആക്കണം വെച്ചാൽ ഈ ഉപദേശിക്കാൻ വന്ന ആള് ഇത് നടപ്പാക്കുന്നതിൽ എന്തെങ്കിലും തന്ത്രം പ്രയോഗിക്കണം. എന്നിട്ട് ഇയാളെ പഠിപ്പിക്കുകയാണെന്നോ ഇയാളെ ഗൈഡ് ചെയ്യുകയാണെന്ന് തോന്നിപ്പിക്കാത്ത രീതിയിലുള്ള വേറെന്തെങ്കിലും സീറയിൽ അത് കൊണ്ടുവരണം. വലാബി എന്നെ സെയ്ദൽ മുത്താഫി ഹാത്തിനിലേഹി, മാത്രമല്ല ഈ രാജാവിന് തന്നെ സ്വീകരിക്കേണ്ട, അല്ലെങ്കിൽ തന്റെ വാക്ക് കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊരു തോന്നൽ ഉണ്ടാക്കിക്കൊണ്ട് മറ്റൊരു നിലക്ക് സൂത്രത്തിലെ ആളെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ സാധിക്കണം നാസിഹിന്, എന്നാലേ സംഗതി നടക്കുള്ളൂ, ഇല്ലെങ്കിൽ നടക്കില്ല. വഖദ് ഉരിദത് നസീഹത്തുൻ അലാ ബാദിഹിം മാ ദിക്രി ലഫ്ദുൻ നസീഹ ബാ തംഹീദിൻ ലഹു ബിൽ ഹദീസ് അദ്ദീന നസീഹ ലില്ലാഹി വ റസൂലിഹി വ ലിഅമ്മത്തിൽ മുസ്ലിമീൻ വ അമ്മത്തിഹിം. ഇങ്ങനെയുള്ള ഭരണാധികാരികളിൽ ഒരാളുടെ മുമ്പിൽ അല്ലെങ്കിൽ ചിലരുടെ മുമ്പിൽ ഒരു നസീഹത്ത്, ഒരു ഉപദേശം കൊണ്ടുവന്നു. ആ നസീഹത്ത് എന്നുള്ള വാക്ക് പറഞ്ഞതിന് ശേഷം തന്നെയാണ്, കാരണം അദ്ദീനു നസീഹത്തു, അപ്പോ നബി ഇത് പറഞ്ഞപ്പോ ലിമൻ യാ റസൂലുള്ളാഹി എന്ന് ചോദ്യം ഉണ്ടായി. അപ്പൊ അതിന്റെ മറുപടിയാണ് ലില്ലാഹി വല റസൂലിഹി വല അമ്മത്തിൽ മുസ്ലിമീൻ വ അമ്മത്തിഹിം എന്നൊക്കെ റസൂൽ പറഞ്ഞു. അപ്പൊ മതം ഗുണകാംക്ഷയാണ് എന്ന് പറഞ്ഞു.
അപ്പൊ ആരോടുള്ള ഗുണകാംക്ഷ റസൂലൻ ചോദിച്ചപ്പോൾ അള്ളാഹുവിനോട്, റസൂലിനോട്, മുസ്ലിങ്ങളുടെ ഇമാമുമാരോട്, സാധാരണക്കാരോട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ബയാൻ മാന, അതിന്റെ മാനെ വിവരിച്ചതിന് ശേഷമാണ് ഇത് പറഞ്ഞു കൊടുക്കുന്നത്. ഫഅളും അലിഹൻ യഖൂൽ അഹദ് ഇന്നനി അൻസഹു ലക അന്നനി ഇമാം. അപ്പോ ഞാൻ നിങ്ങളെ ഉപദേശിക്കുകയാണ്, കാരണം നിങ്ങൾ എൻ്റെ ഭരണാധികാരിയാണ്, നിങ്ങൾ എൻ്റെ ഇമാമാണ് എന്ന് പറയുന്നത് ഈ ഉപദേശിക്കാൻ വന്ന ആൾക്കൊരു പക്ഷേ എളുപ്പമാവില്ല, അലീമായി വരും. എന്നാൽ വക്കാന അലിക്ക് ആഖിർ അഹദിൻ നാസഹിബി, അങ്ങനെ എങ്ങാനും പറഞ്ഞാൽ ഉപദേശകന്റെ അവസാനമായിരിക്കും അത്, പിന്നെ അയാൾക്ക് ഉപദേശിക്കേണ്ടി വരില്ല. പല്ലൂർ കൈഫലം ഹാക്കിമുൻ മുസ്ലിം, നിങ്ങൾക്കൊരു മുസ്ലിമായ ഒരു ഹാക്കിം തൃപ്തിപ്പെടാതിരിക്കുന്നത് എങ്ങനെയാണ്? ബിൻ അബ്ദുൽ റഹ്മായ അജിബൻ അബ്ദുൽ ഇല്ലാഹി വല റസൂലി വലിലൈമ, അള്ളാഹ്ക്ക് വേണ്ടി, റസൂലിന് വേണ്ടിയും ഇമാമിങ്ങൾക്ക് വേണ്ടിയും താൻ എന്തൊക്കെയാണോ സമർപ്പിക്കേണ്ടത് അതെല്ലാം സമർപ്പിക്കൽ ആവശ്യമാണ് എന്ന് അംഗീകരിക്കുന്ന ഒരാൾ. വഖദ് കാനൽ ഉലമാ യൻസഹൂന അൽ ഖുലഫാ വൽ മുലൂക് മുസ്ലിമീൻ, പഴയ കാലത്ത് ഖലീഫമാരെയും മുസ്ലിം ഭരണാധികാരികളൊക്കെ ആലിമീങ്ങൾ ഉപദേശിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ യഖ്ദൂൻ ബിൻ ബിഹസ്ബി മക്കാരിഹിം മിനദ് ദീൻ, ഈ ഭരണാധികാരികളുടെ മനസ്സിൽ ദീൻ എത്രത്തോളം സ്ഥാനത്തിൽ പതിഞ്ഞിട്ടുണ്ടോ അതിനനുസരിച്ച് ഈ ആലിമീങ്ങളുടെ ഉപദേശം അവർ സ്വീകരിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. അമ്മ തുഖാത്തുൽ ബുഗാത്ത് അല്ലെങ്കിൽ ലൈസലമിൻ ഇസ്ലാം ഇല്ലാമ യഖ്ദാൻ ബിഹിൽ അമ്മ, എന്നാൽ വളരെ താന്തോന്നികളും അക്രമികളായിട്ടുള്ള ചില നേതാക്കന്മാരുണ്ട്. അവർക്ക് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആ കൂടി എന്താ ഇസ്ലാമുള്ളൂ, സാധാരണക്കാരെ പറ്റിക്കാനുള്ള ചില ചെപ്പടി വിദ്യകൾ, അത്ര അവർ ഇസ്ലാമുള്ളൂ. എന്ന് വെച്ചാൽ നിത്യാനിൽ മസാജിദ് ജുമാഅൽ അയ്യാദ് വൽ മവാസിമിൽ മുത്തരിയ, ജുമാന്റെ എന്തൊക്കെ ഒന്ന് പള്ളിയിൽ വരും ആൾക്കാരെ ബോധിപ്പിക്കാൻ, പെരുന്നാളിനൊക്കെ ഒന്ന് വരും. അതുപോലെ ബിദഅത്തായിട്ടുള്ള പല മൗസിമുകളിലും പല ശീശങ്ങളിലും ആൾക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടി വരും. അത്ര ഇസ്ലാമുള്ളൂ. അങ്ങനത്തെ ഒരു ഫൈനഹും യുദൂനമൻ യുഷീർ ഇഷാറത്തമ്മ, അവർക്ക് എന്തെങ്കിലും ഒരു ഇഷാറത്ത്, ഒരു സൂചന ആര് തരികയാണെങ്കിലും കൊടുക്കുകയാണെങ്കിലും അവരൊക്കെ അവർ ഉപദ്രവിക്കും. ഇലാന്നഹും ഫി ഹായത്തിൻ ലില്ലാ തഖ്വല്ലാഹി ഫി അൻഫുസിഹിം, നിങ്ങൾ ഇപ്പോൾ തെറ്റിലൂടെയാണ് സഞ്ചരിക്കുന്നത്, അള്ളാഹുവിനെ തഖ്വ പുലർത്തേണ്ടതുണ്ട്, നിങ്ങൾ അതിൻ്റെ ആവശ്യങ്ങൾക്കുണ്ട് എന്നൊരു ഹിന്റ് കൊടുത്താൽ തന്നെ ആ ഹിന്റ് കൊടുക്കുന്നവരെ അവർ ഉപദ്രവിക്കുകയാണ് ചെയ്യുക. ഔഫി അയ്യാലില്ല അല്ലെങ്കിൽ സുല്ലിത്തു അലൈഹിം, നിങ്ങളുടെ കാര്യത്തെ അള്ളാഹു സൂക്ഷിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അധികാരം ഏൽപ്പിക്കപ്പെട്ടതാണ് ഈ ആൾക്കാർ, ഈ അയ്യാലുള്ള അള്ളാഹുവിന്റെ ആശ്രിതരായ ഈ ആൾക്കാർ, ഈ മനുഷ്യന്മാരുടെ കാര്യത്തിൽ അഥവാ നിങ്ങളുടെ പ്രജകളുടെ കാര്യത്തിൽ അള്ളാഹു പേടിക്കണം എന്നൊക്കെ പറഞ്ഞാൽ മൂപ്പർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. വൈലം യബ്ഖലഹുമിൻ സുൽത്താൻ വൽ ഹുക്മി മാ യുംകിനുഹും കുല്ലിമാ യഹ്വൂമിൻ ലഫ്സാദിദുൽ, എന്നാൽ ഈ അധികാരവും പവറൊന്നും അവർക്ക് ഇത്രത്തോളം എന്താന്ന് വെച്ചാൽ അവർ ആശിക്കുന്ന എല്ലാ ഉൽമും എല്ലാ ഇഫ്സാദും സൗകര്യം പോലെ നടത്താനുള്ള പവറൊന്നും അവരുടെ അടുത്തില്ല. എന്നാലും പേരിന് അവർക്ക് പവറുണ്ട്. വൈദാഖാന ഹദ ഷഅ്ന അക്സരിൽ മുലൂകി വൽ ഉമറ അല്ലദീന യുൻസബൂന ലിദ്ദീൻ വയുദഊന അത്ബാഹു, ദീനിന്റെ ബന്ധം ഉള്ളവരെന്ന് പറയുന്നവരും ദീനിന്റെ അനുയായികൾ എന്ന് വിളിക്കപ്പെടുന്നവരുമായ അമീർമാരുടെയും രാജാക്കന്മാരുടെയും മിക്കവരുടെയും കഥ ഇപ്പറഞ്ഞതാണെങ്കിൽ ഫഹൽ തജിദു ദഅവ ഫിറഔൻ അൽ-ഉലൂഹിയ്യ ഗരീബൻ അജീബൻ, താൻ ഇലാഹാണെന്ന് വാദിച്ച ഫിറഔന്റെ അവകാശവാദത്തിൽ എന്തെങ്കിലും പുതുമ തോന്നുന്നുണ്ടോ എന്നാണ്. അപ്പൊ ദീൻ ഉണ്ടെന്ന് പറയുന്ന ആൾക്കാരെന്നെ ഇക്കണ്ട കോലത്തിൽ ആണെങ്കിൽ ഫിറഔൻ ഞാൻ റബ്ബുക്കുമുൽ ആലാന്നോ അല്ലെങ്കിൽ മാലിം തിലക്കുമില്ലാഹിൻ ഗൈരിന്നോ ഒക്കെ പറഞ്ഞതിൽ എന്തെങ്കിലും പുതുമ തോന്നേണ്ടതുണ്ടോ എന്നാണ് റഷീദ് അള്ളയുടെ ചോദ്യം. ഇനി തവല്ല എന്നുള്ള വാക്കിന് മറ്റൊരർത്ഥം പറഞ്ഞാൽ, അതായത് പിന്തിരിഞ്ഞു പോവുക, സഹസ്ന്ന് നിഷ്ക്രമിക്കുക എന്നർത്ഥം ആകുകയാണെങ്കിൽ വഹംലു തവല്ലി അല വജ്ഹിൽ ആഖിർ, മറ്റൊരു നിലക്ക് തവല്ലിയെ വ്യാഖ്യാനിക്കുമ്പോൾ ലാ യതനാഫ മാ അഖദിൽ അജ്സാബിൽ ഇസ്മി മിൻ ജറാഇൽ അംരി ബിത്തഖ്വ, അയാളുടെ ദുരഭിമാനം കുറ്റം ചെയ്യാനുള്ള പ്രേരിപ്പിക്കുമെന്ന് പറഞ്ഞ സംഗതി അവിടെയുണ്ട്. അതിനോട് ലാ യതനാഫ എതിരാവില്ല. കാരണം മിൻ ജറാഇൽ അംരി ബിത്തഖ്വ, കാര്യം തഖ്വയുടെ അടിസ്ഥാനത്തിലാണല്ലോ അതിന്റെ ഫലം വരുന്നത്. ഫൈന ഫി തബഈ കുല്ലി മുഫ്സിദിൻ അൻ നുഫൂറ മിമ്മൻ യഅ്മുറുഹു ബിസ്സലാഹി വൽ ഇഹ്തിമാ അലൈഹി, കാരണം ഏതൊരു ഫസാദുകാരന്റെയും പ്രകൃതത്തിൽ തന്നെ ഉണ്ട് അവനോട് സലാഹ് കൽപ്പിച്ചാൽ അത് ഉൾക്കൊള്ളണമെന്ന് പറഞ്ഞാൽ അതിനോടൊരു നുഫൂർ, ഒരു വിമിഷ്ടം, ഒരു അകൽച്ച. എന്നഹു യറാ അംറഹു ബിത്തഖ്വ വൽ ഖൈറ തശ്ഹീറൻ ബി, കാരണം തന്നോട് തഖ്വ പുലർത്താനുള്ള യറാ അംറഹു ബിത്തഖ്വ വൽ ഖൈരി, തഖ്വയും ഖൈറും പുലർത്താനുള്ള തന്നോടുള്ള കൽപ്പന തശ്ഹീറൻ ബിഹി,
അതിങ്ങനെ തന്നെ ജനങ്ങളുടെ മുമ്പിൽ പിന്നെ വലുതാക്കി കാണിക്കലാണ് എന്നൊരു തോന്നലൊക്കെയുണ്ട്. വലുതാക്കി വെച്ചാൽ അയാളെ പിന്നെ അയാളുടെ ദുഷ്ടത വലുതാക്കി കാണിക്കലാണ്. അപ്പോൾ സർഫന്റെ യൂനിനാസില മഫാസിദി. മാത്രമല്ല, നിങ്ങൾ തഖ്വ പുലർത്തണം എന്നൊരു കൽപ്പന പരസ്യമായിട്ട് ആളോട് പറയുമ്പോഴേ ഇപ്പൊ അയാൾ തഖ്വയിലല്ല എന്നും ഫസാദിലാണെന്നുള്ള സംഗതിയുണ്ട്. അപ്പൊ അയാളുടെ മഫാസിലേക്ക് ജനങ്ങളുടെ കണ്ണുകളെ ക്ഷണിക്കുന്ന ഒരു സംഗതിയാണ് അയാൾ കാണുന്നത്. അലത്തി യസ്തുർഹ ബി സുഹുർഫിൽ ഖൗൽ വ ഖലാബത്തി. അയാൾ ചെയ്യുന്ന ഫസാദുകൾ അത്രയും അയാൾ പടച്ചു വെക്കൽ എങ്ങനെയാണ്? ആകർഷകമായ ഭംഗിയാർന്ന വാക്കുകൾ കൊണ്ടാണ്. വാക്കുകൾ കൊണ്ട് പ്രപഞ്ചം സൃഷ്ടിച്ചിട്ട് ആൾക്കാരെ മെല്ലെ പിന്നെ കുപ്പിയിലാക്കിയിട്ട് അങ്ങനെ പോവാണ്. പക്ഷെ അത്തരം ഒരാളോട് കൃത്യമായി മൂത്തൊക്കി കാര്യം പറഞ്ഞ് നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ആൾക്ക് തീരെ സഹിക്കൂല. വലാക്കിനെ താബിർ അൽഹറു ഫിറാത്തിൽ ഉലാത്തി വസ്സലാത്തി. എന്നാൽ ഇതാ തവല്ല എന്നുള്ള ആ വാക്കിന്റെ അർത്ഥം കൂടുതൽ ലാഹിറായി കാണുക ഭരണാധികാരികളുടെ ഭരണത്തിന്റെ കാര്യത്തിലാണ്. കാരണം അവർക്കെന്തെങ്കിലും അധികാരമേറ്റാൽ. ഇപ്പോ സൂറത്ത് മുഹമ്മദിൽ ഇതേപോലത്തെ ഒരു വാക്കുണ്ട്, ഫഹൽ അസൈത്തും ഇൻ തവല്ലൈത്തും അൻ തുഫ്സിദു ഫിൽ അർദി വതഖത്തു അർഹാമക്കും. അതേപോലെ തന്നെ വ്യാഖ്യാനം രണ്ടും പറയാറുണ്ട്. ഫഹൽ അസൈത്തും ഇൻ തവല്ലൈത്തും, നിങ്ങൾ രംഗത്തുനിന്ന് പിരിഞ്ഞു പോയാൽ നിങ്ങൾ ചെയ്യാൻ പോണത് അൻ തുഫ്സിദു ഫിൽ അർദി വതഖത്തു അർഹാമക്കും, ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കലും നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളൊക്കെ വിച്ഛേദിക്കലും ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ ഇൻ തവല്ലൈത്തും എന്നുള്ളതിന് ഈ ശാസ്ത്രത്തിൽ പിന്തിരിഞ്ഞു പോയാൽ എന്നർത്ഥം പോലെ തന്നെ അധികാരം നിങ്ങൾക്കുണ്ടായാൽ എന്നർത്ഥവും പറയുന്നുണ്ട്. അപ്പൊ കുറച്ചുകൂടി വ്യക്തമാണത്. കാരണം അധികാരം കിട്ടുമ്പോൾ ആൾക്കാർ കണ്ണും മൂർക്കും മാറും, അവരുടെ പിന്നെ ഭാവം മാറും, മനസ്സ് മാറും. അപ്പൊ എല്ലാവരും പിച്ചത്തോടെ കാണാൻ തുടങ്ങും. ഏറ്റവും വലിയ ബുദ്ധിമാനും അഭിപ്രായക്കാരനും ഐഡിയക്കാരനും ഞാനാന്നുള്ള തോന്നലുണ്ടാവും, പറയുന്ന എത്ര വിട്ടിട്ടാണെങ്കിലും. അപ്പോ പിന്നെ ഇവരോടും പിന്തിരിഞ്ഞു പോകുന്നവരോടെന്ന് പറഞ്ഞാലും വിഷയം ഇങ്ങനെയൊക്കെ തന്നെയാണ്. وقد يبلغ نفور المسلمين مفسدين في الأرض من الحق والداعين إلى الخير. പക്ഷെ ചിലപ്പോൾ ഈ ഫസാദ് ഉണ്ടാക്കുന്ന ആൾക്കാരുടെ ഈ നുഫൂർ, ഇതിനോടുള്ള ആ വിമ്പിട്ടം അല്ലെങ്കിൽ ആ വെറുപ്പ്, പിന്നെ സത്യത്തോടും സത്യത്തിലേക്ക് നന്മയിലേക്ക് വിളിക്കുന്ന ആൾക്കാരോടുള്ള അവരുടെ ആ വെറുപ്പ് യബ്ലു എത്തും. എവിടെ എത്തും? ഇലാ ഹദ്ദി ഇസ്തിസ്ഖാലിഹിം വൽ ഹിഖ്ദി അലൈഹിം. ഈ സതുപദേശം നൽകുന്ന ആൾക്കാരെ വളരെ സഖീലായി കാണുക, അവരെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഭയങ്കര ഭാരമായി, ഭയങ്കര പ്രശ്നക്കാരായി തോന്നുക, അവരോട് ഹിഖ്ദ് വരിക, വല്ലാത്തൊരു പക വരിക എന്നുള്ളതൊക്കെയാണ് അവർക്ക് എത്തിച്ചേരുക. വസ്സായിഫി ഇദാഹിം. അതേപോലെ അവരെ ഉപദ്രവിക്കാൻ അങ്ങേയറ്റം മെനക്കെടാനും ഉള്ള പ്രേരണ അവർക്കുണ്ടാകും. വൈല്ലം യഅ്മുറുഹും ബിദാലിക. അത് അവരോട് കൽപ്പിക്കുന്നില്ലെങ്കിലും ഇത് യറൗൻ അന്ന ദഅവത ഇലൽ ഖൈർ വന്നഹി അനിൽ മുൻകർ അലാ ഇത്ലാഖിഹിമ കാഫിയാനി ഫീ ഫദിയത്തിഹി. എന്താ കാര്യം വെച്ചാൽ അവര് മനസ്സിലാക്കുന്നത് തന്നോട് വന്നിട്ട് ഖൈർ ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിലേക്ക് ക്ഷണിക്കലും മുൻകർ തന്നോട് നിരോധിക്കലും അത് തന്നെ വഷളാക്കാൻ എമ്പാടും പര്യാപ്തമായ കാര്യമാണെന്നാണ് അവന്റെ വിചാരം. തന്നോട് ഉപദേശിക്കാൻ അതന്നെ തന്നെ മോശമാക്കലാണെന്നാണ്. അല്ലാതെ അതൊരു ഗുണകാംക്ഷയാണ്, അതൊരു നല്ല കാര്യം ചെയ്യാനാണെന്ന് അവർക്ക് വിചാരിക്കാനേ കഴിയില്ല. അപ്പോൾ ദാഹിബാനി ബി ഖലാബത്തിയും, തന്റെ ആകർഷണത്തെ ഇല്ലാതാക്കുന്നതാണ്, തന്റെ വഷളത്തരത്തെ തുറന്നു കാട്ടാൻ പര്യാപ്തമാണ് എന്നൊക്കെയാണ് അവർ ഉപദേശങ്ങളെ കാണുന്നത്. പല യുതീഖൂന റുഅ്യത ദുആത്തിൽ ഖൈർ. അതുകൊണ്ട് ഖൈറിന്റെ പ്രചാരകരെ കാണാന്നുള്ളത് അവർക്ക് സഹിക്കാൻ കഴിയില്ല, കാണുന്നത് അവർക്ക് അസഹ്യമാണ്. വല ഇർതാഹുന ഇലാ ദിക്രിഹിം. അവരുടെ സംസാരത്തിൽ ഒരിക്കലും ആശ്വാസം കൊള്ളാൻ ഇവർക്ക് കഴിയില്ല. അവരുടെ ദിക്ർ, അവരെ ഓർക്കുന്നതിൽ അല്ലെങ്കിൽ അവരുടെ വർത്തമാനം കേൾക്കുന്നതിൽ ഒരു റാഹത്ത് അവർക്ക് ഉണ്ടാവില്ല. ദിക്ർ രണ്ടും ആവാം. പിന്നെന്താ ചെയ്യുക? യതതബ്ബഉന ഔറാത്തിഹിം വഅസ്റാത്തിഹിം. ഇങ്ങനെ ഉപദേശിക്കാൻ വരുന്ന ആൾക്കാരെ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി പിന്നാലെ പരതി പരിശോധിക്കും. തതബ്ബഉന എന്നാൽ പിന്നാലെ പരതി ഓരോന്നോരോന്നും മൈന്യൂട്ടായി നോക്കും, അവരുടെ ന്യൂനതകൾ, അവരുടെ വീഴ്ചകൾ. എന്തിനും യൂഖിഉ ബിഹിം, അവരെ വീഴ്ത്താൻ വേണ്ടിയിട്ട്. വയുനഫിറു നാസ് അൻ ദഅവതിഹിം, ഇവരുടെ ദഅവത്തിൽ നിന്ന് ആൾക്കാരെ അകറ്റാൻ വേണ്ടിയിട്ട്. നിങ്ങൾ വലിയ ഉപദേശക്കാർ, നിങ്ങൾ ഇങ്ങനെ ചെയ്തവരല്ലേ, അങ്ങനെ അല്ലേ, ഇങ്ങനെ എന്തെങ്കിലും കണ്ടുപിടിക്കും. എന്നിട്ട് ജനങ്ങളെ ഇവർ വാക്ക് കേൾക്കുന്നതിൽ നിന്ന് അകറ്റാൻ നോക്കും. ഫൈലം യൽഫറു ബി ജല്ലത്തുൽ ലാഹിറ. ഇനി ഇവരുടെ ജീവിതത്തിൽ അങ്ങനെ പ്രകടമായ ഒരു ജല്ലത്ത്, ഒരു പിന്നെ തകരാറ് അല്ലെങ്കിൽ സ്ലിപ്പിംഗ് കണ്ടു കിട്ടിയില്ലെങ്കിലോ
ഇൽതമസൂഹ ബിത്തഹരീഫി വത്തഅ്വീൽ അല്ലെങ്കിൽ വ്യാഖ്യാനിച്ച് കണ്ടെത്താനെങ്കിൽ അവർ ശ്രമിക്കും. പറഞ്ഞൊപ്പിച്ച് കണ്ടെത്താനുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. പ്രകടമായിട്ടൊന്നുമില്ലെങ്കിൽ അവൽ ഇഖ്തിറാ അത് തഖവുൽ എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത പറഞ്ഞുണ്ടാക്കുക, ഇഖ്തിറാ എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത കണ്ടെത്തുക. അങ്ങനെ ഒന്ന് കണ്ടെത്താൻ വേണ്ടി മെനക്കെടും. ذلك تجد طعن المفسدين في أئمة المصلحين من قبيل طعن الكافرين في الأنبياء والمرسلين. അതുകൊണ്ട് തന്നെ ഈ മുഫ്സിദീങ്ങളായ ആൾക്കാർ, മുസ്ലിഹീങ്ങളായ ഇമാമിങ്ങളെ അവര് കുറ്റപ്പെടുത്തുന്നത് കാഫിരീങ്ങള് അമ്പിയാക്കളെ കുറ്റപ്പെടുന്നത് പോലെ തന്നെയാണെന്ന് കാണാം. ഇന്ന ഫുലാനൻ മഗ്റൂർ, അമ്പിയാക്കളെ കാഫിരീങ്ങൾ കുറ്റപ്പെടുത്തിയപ്പോൾ എന്താ പറഞ്ഞത്? ഇന്നയാൾക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്, അയാള് വഞ്ചനയിൽ അകപ്പെട്ടിട്ടുണ്ട്. ലാ യോജിബു അഹദുൻ ജമീനാസ്, പിന്നെ ജനങ്ങളുടെ പിന്നെ ഹത്ത് അയാൾക്കൊരിക്കലും ആകർഷകമായി തോന്നുന്നില്ല. വസ്ഫുഹും ബിൽ ളലാൽ അല്ല, ലാ യുജിബു അഹദുൻ ഹത്ത ജമീഅന്നാസ് വസ്ഫുഹും ബിൽ ളലാൽ സഫഹ അലാമഹും ശന്ന അലാ അമാലിഹിം ഫറഖ ബൈനഹും വമാ അശ്ബഹ. ഇതൊക്കെ നമ്മൾ ചെയ്യാം. അയാൾ പിന്നെ എല്ലാവരെയും വലാല് ഉള്ളവരായി വിശേഷിപ്പിക്കുകയാണ്, പേഴ്ചവരായിട്ട് വിശേഷിപ്പിക്കുകയാണ്. അവരുടെ കൂട്ടത്തിലെ വിവേകികളെ അവിവേകികളായിട്ട് വിശേഷിപ്പിക്കുകയാണ്. അവരുടെ ചെയ്തികളൊക്കെ കുറ്റപ്പെടുത്തുകയാണ്, അവരെ ഭിന്നിപ്പിക്കുകയാണ്. ഇതുവരെ ചെയ്ത കാര്യങ്ങളൊന്നും ശരിയല്ല എന്നുള്ള ആൾക്കാരെ ഭിന്നിപ്പിക്കുകയാണ്. ഇങ്ങനെ പോകുന്നു അമ്പിയാക്കളുടെ നേരെ അന്ന് കാഫിര്യങ്ങൾ തീർത്ത ന്യായവാദങ്ങൾ അല്ലെങ്കിൽ ആക്ഷേപം. അതേപോലെ തന്നെയാണ് ഇവിടെ ഉണ്ടാകും. ഒരു ഫസാദുകാരന് ഉപദേശിക്കാൻ വന്നാൽ അവർക്കുണ്ടാകുന്ന അനുഭവം തന്നെ. ഹാദിഹി ആസാറു മുഫ്സിദീന ഫിൽ അർദ് ഇൻദൽ അജ്അനി ലിഖാബിൽ അംരി ബിത്തഖ്വ. തഖ്വക്ക് കൽപ്പിക്കുന്ന ആൾക്ക് എന്തെങ്കിലും പതനം ഉണ്ടാക്കാൻ, അപകടം ഉണ്ടാക്കാൻ കഴിയാതെ വരുമ്പോൾ മുഫ്സിദീങ്ങൾ ചെയ്യുന്നത് ഇതൊക്കെയായിരുന്നു. വൈൻ ഖദറു, ഇനി ഇവരെ പിടികൂടാനും വല്ലതും ചെയ്യിക്കാനും ഒക്കെ ഉള്ള പവർ ഉണ്ടെങ്കിലോ ഹബസു വളറബു വനഫു വഖതലു, എല്ലാവരും ചെയ്യും. ഇവരെ തടവറയിലാക്കും, അടിക്കും, മർദ്ദിക്കും, അതേപോലെ തന്നെ നാട് കടത്തും, ചിലപ്പോൾ കൊല്ലുകയും ചെയ്യും. വലിദാലിക ഖാല അസ്സ വജല്ല ഫീ മൻ യഅനഹു മിനൽ അംരി ബിത്തഖ്വ. അതുകൊണ്ടാണ് അല്ലാഹു തആല തഖ്വ കൊണ്ടുള്ള കൽപ്പന ഉണ്ടായാൽ അതിൽ അനഫത്തുള്ള, അതായത് തീരെ അതിനോട് ഇഷ്ടമില്ലാത്ത വിമിട്ടമുള്ള ആൾക്കാരുടെ കാര്യത്തിൽ അള്ളാഹ് പറഞ്ഞു ഫഹസ്ബുഹു ജഹന്നം, അത്തരക്കാരന്റെ ജഹന്നം തന്നെ എമ്പാടുമാണ്, മതിയായതാണ്. അഹിയ മസീറുഹു വകഫാഹു അദാബുഹ, അതായത് അവന്റെ മസീർ ജഹന്നമാണ്, അവിടുത്തെ അദാബ് അവനെമ്പാടും മതി. ജസാഅൻ അലാ കിബ്രിയാഇഹി വഹമിയതിഹി ജാഹിലിയ, അവന്റെ ആ ജാഹിലി പിന്നെ വാശിക്കും ദുരഭിമാനത്തിനും അഹങ്കാരത്തിനും എല്ലാമുള്ള കൃത്യമായ പ്രതിഫലം എന്നുള്ള ആൾക്ക് നരകശിക്ഷ അവനെമ്പാടും മതിയായതാണ് എന്നാണ്. വസഫ ജഹന്നം വഹിയ ദാറുൽ അദാബ് ബിൽ ആഖിറ. പിന്നെ അല്ലാഹു തആല ജഹന്നമിന് വിശേഷണം കൊടുക്കുകയാണ്. ജഹന്നം എന്ന് പറഞ്ഞാൽ പരലോകത്തെ ശിക്ഷാ കേന്ദ്രമാണ്. വല ബിഅ്സൽ മിഹാദ് എന്ന വാക്കിലൂടെ വളരെ മോശമായ മിഹാദാണത്. അൽ മിഹാദ് അൽ ഫിറാഷ് യഅ്വി ഇലൈഹി അൽ മർഉ. മിഹാദ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ കിടക്കാൻ വേണ്ടി ചെല്ലുന്ന അല്ലെങ്കിൽ വിശ്രമിക്കാൻ വേണ്ടി ചെല്ലുന്ന ഒരു ഫിറാഷ് എന്നാണ് മിഹാദിന്റെ അർത്ഥം. വലാമു വാഖിഅത്തുൻ ഫി ജവാബി ഖസമിൻ മഹ്ദൂഫ്. വല ബിഅ്സൽ മിഹാദ്, ആ ലാമു വന്നത് മഹ്ദൂഫായ ഖസമിന്റെ ജവാബിൽ ഉണ്ടാകുന്ന ലാമാണ്. അതിന്റെ ഗ്രാമറ്റിക്കൽ വിഷയം പറയപ്പെടാതെ പോയ ഖസമിന്റെ ജവാബിൽ ലാമ് വരും, അങ്ങനെ വന്ന ലാമാണ്. അല്ലാഹു തആല യുഖ്സിമു തഅകീദൻ ലിൽ വഈദ്. അപ്പോ ഇവർക്കുള്ള താക്കീത്, അവർക്ക് നരകശിക്ഷ എന്നൊക്കെ പറഞ്ഞ താക്കീത് കൊടുക്കുകയാണ് അല്ലാഹു. ആ താക്കീദിനെ പിന്നെ തഅകീദ് ചെയ്യാൻ വേണ്ടി, ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള ഖസമാണ് അല്ലാഹു നടത്തുന്നത്. ബി അന്നല്ലദി യറാ ഇസ്സതഹു മാനിയതൻ ലഹു അനിൽ ലിസാനിൽ അംരി ബിത്തഖ്വല്ലാഹ് സയകുൻ ബിഹാദുഹു വഹു അന്നാറ. കാരണം ഒരാളുടെ ദുരഭിമാനം സത്യത്തിന് വിധേയപ്പെടുന്നതിൽ നിന്ന്, അള്ളാഹുവിന് തഖ്വ പുലർത്താനുള്ള കൽപ്പനക്ക് വിധേയപ്പെടുന്നതിൽ നിന്ന് ആളെ തടയുന്നുണ്ടെങ്കിൽ അവന്റെ സങ്കേതം, അവന്റെ ഫിറാഷ്, അവന്റെ നാറായിരിക്കുന്നു. വഹിബീസൽ മിഹാദ് വശർറു, വളരെ മോശമായിട്ടുള്ള മിഹാദാണ്, ഏറ്റവും ദുഷ്ടമായ മിഹാദാണ്. ലാ റാഹത ഫീഹ വലതും ഇനാന ലിഅഹ്ലിഹ. അവിടെ ചെന്നാൽ ഒരു റാഹത്തും കിട്ടാൻ പോകുന്നില്ല, അവിടെ ചെല്ലുന്ന ആളുകൾക്ക് ഒരു ആശ്വാസവും ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. വഖാല ബഅദുൽ മുഫസ്സിരീൻ, എന്നാൽ മുഫസ്സിരീങ്ങളിൽ ഇങ്ങനെ പറഞ്ഞവരുണ്ട്, അൻഹു ഉബ്ബിറ ബിൽ മിഹാദ് അല്ലദി ഹുവ മദിനത്തുർ റാഹ ലിത്തഹക്കും. റാഹത്തിന്റെ കേന്ദ്രമാണല്ലോ മിഹാദ്.
അവൻ നരകത്തെ പറ്റി മിഹാദ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് ശരിയായ അർത്ഥത്തിലല്ല, അത് കളിയാക്കാൻ വേണ്ടിയാണ്. കളിയാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച റാഹത്തിന്റെ കേന്ദ്രമായ മിഹാദ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചാണ്, അല്ലാതെ ആ അക്ഷരാർത്ഥത്തല്ല എടുക്കേണ്ടത്. അത് ശരിക്ക് ഇയാണ്ട് വാ എനിക്ക് അവിടെ ബിരിയാണി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ മാതിരത്തെ ഒരു പരിഹാസത്തിന്റെ വാക്കാണ് എന്നാണ് ചിലരുടെ വ്യാഖ്യാനം. വാൻത തറ മിൻഹാ തഖ്ദീർ അമിൻ കൗന തഖ്ദീം ഹഖീഖിയൻ ഫീ നഫ്സിഹി, ഈ ഒരു പിന്നെ സമർത്ഥനത്തിൽ നിന്ന്. അതേപോലെ ഈ ഭാഗീകരണം, ആൾക്കാരുടെ കൂട്ടത്തിൽ അങ്ങനെയുള്ളവരും ഇങ്ങനെയുള്ളവരുണ്ടെന്ന് പറഞ്ഞാൽ ആ തഖ്സി ഹഖീഖിയായിട്ടുള്ളതാണെന്നുള്ളതിൽ ഷാരിഹൻ ലിമാ അലൈഹിൽ ബശർ ഫി ഹയാത്തിഹി, അതിൽ മനുഷ്യന്റെ ജീവിതത്തിലുള്ള സ്ഥിതി എന്താന്നുള്ളത് കൃത്യമായും ഷർഹ ചെയ്യാനുള്ള സംഗതികൾ അതിൽ കാണാം, ഷർഹ ചെയ്യുന്നത് കാണാം. മുത്തസിലും ബിമാ ഖബ്ലഹു, നേരത്തെ പറഞ്ഞിട്ട് കണക്റ്റഡ് ആയിട്ട് കാണാം. മുത്തൈമൻ മാഹുഫി സിയ, സാന്ദർഭികമായി എന്നോട് തികച്ചും യോജിച്ച കാര്യമാണ് ഈ പറയുന്നത് എന്ന് കാണാം. അന്നൽ കലാം ആമുൻ ലഹു സബബൻ ഖാസൻ ലാ ബിനഫി മുൻപ്. എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ പറഞ്ഞത് അല്ലാഹു തആല പറഞ്ഞത് കോമൺ ആയ വിഷയമാണ്, അല്ലാതെ ഏതെങ്കിലും ഒരാളുടെ പ്രത്യേക വിഷയത്തിൽ ഇറങ്ങിയ ഒരു ആയത്ത് നൽകല്ലത് കാണേണ്ടത്. കോമൺ ആയിട്ടുള്ള സംഗതിയാണ് എന്നുള്ളതാണ് പറഞ്ഞത്. എന്നാൽ ഇതിന് ഇറങ്ങിയതിന് ഒരു അവതരണ ഹേതു ഉണ്ട്, സബബുൻ നുസൂൽ ഉണ്ട് എന്ന് പറഞ്ഞ റിവായത്തുകളുണ്ട്. ആ റിവായത്ത് പക്ഷെ ഇത് ആമാണെന്നുള്ളതിന് ഒരിക്കലും എതിരല്ലതാണ്. ഇതെല്ലാവരുടെ കാര്യത്തിലും ബാധകമായ കോമണായ ഒരു നിയമം പറഞ്ഞാണ്, അല്ലാതെ ഒരു ആയത്തിറങ്ങാൻ കാരണക്കാരനായ ഒരാളുടെ മാത്രം വിഷയത്തിൽ പ്രസക്തമായ ആയത്തല്ല, ആം തന്നെയാണ്. ഇനി ഒരു സബബുൻ നുസൂൽ ഉണ്ടെങ്കിൽ പോലും എന്ന്. എന്നാൽ ഈ സബബ് എന്താണ്, അതിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. സബബിലായ ഈ ആയത്തുകൾക്കുള്ള സബബ് എന്താന്നുള്ളതിൽ ഭിന്ന വീക്ഷണങ്ങൾ വന്നിട്ടുണ്ട്. ഫറവബിൻ അബി ഹാത്തിം മിൻ തരീഖ് സഈദ് ഔ ഇക്രിമാൻ ഇബ്നു അബ്ബാസ് ഇൻഹാ നസറത് ഫി റജുലൈനി മിനൽ മുനാഫിഖീൻ. ഇവരൊക്കെ പറയുന്നത് മുനാഫിക്കുകളെ രണ്ടാൾക്കാരുടെ വിഷയത്തിൽ വന്നതാണിത്. ലമ്മ ഹലക്കത്ത് ശരിയത്തുൽ മുസ്ലിമീൻ യാ വൈ ഹൗലൽ മഖ്തൂനി അല്ലെങ്കിൽ ഹലക്കു ഹക്കദ. അപ്പോൾ മുനാഫിഖീങ്ങളായ രണ്ടാൾക്കാർ തമ്മിൽ പറയാണ്, മുസ്ലിങ്ങളുടെ ഒരു സൈനിക നീക്കം പരാജയപ്പെട്ട ഒരു സമയത്ത് ഈ ഫിത്നയിലകപ്പെട്ട ചങ്ങന്മാര് എന്തൊരു നാശമാണ് വരുത്തിയത്, ഇങ്ങനെയൊക്കെ അവർ നശിച്ചുപോയില്ലേ. ലാഹും കാലൂഫി അഹ്ലിയും, അവര് പൊല്ലാപ്പനും പോകാതെ വീട്ടിലിരുന്നവില്ല. വലാഹും അദ്ദ റിസാലത്ത് സ്വാഹിബിയും, എന്നാൽ അവരുടെ സ്വാഹിബിന്റെ റിസാല അഥവാ അവരുടെ നബിയുടെ ദൗത്യം അവരുടെ നടപ്പാക്കിയതില്ല എന്ന രീതിയിൽ അവരിങ്ങനെ മേലാളന്മാരായി കുറ്റം പറഞ്ഞു. വറവുൻ ജരീർ ആണ് ശുദ്ധി, എന്നാൽ വേറെ റിവായത്ത് ശുദ്ധിയിൽ നിന്ന് ഇബ്നു ജരീറിന്റെ അടുത്ത് വരുന്നതും അൻഹാ നസറത്ത് ഫിൽ അഖ്നസ് ബിൻ ഷരീഖ്. അഖ്നസ് ബിൻ ഷരീഖ് തന്നെ നബിന്റെ കാലത്തുള്ള ശത്രുവുണ്ട്, അയാളുടെ വിഷയത്തിൽ ഇറങ്ങിയതാണ്. അക്ബൽ അലി നബി വഅൽഹറ ലഹുൽ ഇസ്ലാം, അയാൾ നബിന്റെ അടുത്ത് വന്നു, ഞാൻ മുസ്ലിം ആണെന്നുള്ളതൊക്കെ പ്രകടമായി അഭിനയിച്ചു. പാജബഹു ദാലിക മിൻഹു, നബിക്ക് അത് ഇഷ്ടമായി തോന്നി, ഇയാൾ മുസ്ലിം ആയതുകൊണ്ട്. ثم خرج فمر بزرع لقوم المسلمين فحمرين. പക്ഷെ പിന്നീട് അദ്ദേഹം അവിടെ നിന്ന് പോയിട്ട് മുസ്ലിങ്ങളുടെ കൃഷിയും അതേപോലെ തന്നെ കുറച്ച് കഴുതുകളൊക്കെ ഉള്ള ഒരു സ്ഥലത്തൂടെ നടന്നു പോകുമ്പോൾ മഹക്ക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഹക്കല്ല. അദ്ദേഹം ആ ജറൊക്കെ തന്നെ നശിപ്പിച്ചു കളഞ്ഞു, അതേപോലെ കഴുതുകളൊക്കെ അറുത്ത് കളഞ്ഞു, വലിയ അക്രമ കാണിച്ചത്. നബിന്റെ അടുത്ത് നിന്ന് മുസ്ലിമാൻ വന്ന് പ്രകടമായി ഭാവം അടിച്ചു പാടും. പക്ഷെ പോണ പോക്കിൽ ഈ ജറൊക്കെ നശിപ്പിച്ചു, കമറിനൊക്കെ പിടിച്ച് അറക്കുകയും ചെയ്തു. അപ്പോൾ അതിന് സഹത്ത് റിവായത്താൻ ഇങ്ങനെ ഈ വന്ന രണ്ട് സബബുൻ നുസൂലിന്റെ റിവായത്തും സഹിഹാണെങ്കിൽ അല്ലാഹു അനവൻ ജാലഹമ സബബൻ, ഇതിനെ സബബായി പരിഗണിക്കുന്ന ആൾക്കാർ തന്നെ ഹമലൽ ആയാത്ത് അലൈഹിമ ഫിൽ ജുംല, ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ആയത്തുകളെ വ്യാഖ്യാനിച്ചു എന്നാണ് മൊത്തത്തിൽ മനസ്സിലാവുക. വൈലാ ഫൻത തറ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാം അനൽ ആയാത്തി ലൈസത്തെ മുത്താബിഖത്തുൽ ഹാദിസത്തെ, ഇവിടെ നമ്മൾ ഓതിപ്പോകുന്ന പരാമർശിക്കുന്ന ആയത്തുകളൊന്നും ഈ സംഭവങ്ങളായിട്ട് നേർക്കുനേരെ മുത്താബിഖല്ല എന്ന് കാണാം. അല്ലത്തേനി സഹത്ത കാനത്താഫി വക്തേനി മുത്തബാജത്തെ, ഇനി ഈ സംഭവങ്ങൾ അഥവാ സഹിഹാണെന്ന് വരികിൽ തന്നെ അത് വളരെ അകലമുള്ള രണ്ട് സമയത്തായി നടന്ന കാര്യങ്ങളാണ്. കാരണം ഫൈനൽ അഖ്നസ് മുശരിക്കി മക്കയിലെ മുശരിക്കീങ്ങളുടെ കൂട്ടത്തിലുള്ള ആളാണ് അഖ്നസ്. മദീന ജീവിത കാലഘട്ടമായിട്ട് ബന്ധമുള്ള ഒരാളല്ല, മക്കയിലെ മുശരിക്കീങ്ങളുടെ കൂട്ടത്തിലുണ്ടാകുന്ന ആയിരുന്ന ആളാണ് അഖ്നസ്. അപ്പോൾ കാലത്തിന്റെയും ദേശത്തിന്റെയും ഒരുപാട് വ്യത്യാസങ്ങൾ ഈ റിവായത്തിലുണ്ട്. ثم ذكر الفريق الآخر المقابل لمن توحيد الأجزاء إذا ذكر بالله تعالى.
ഇനി അള്ളാന്റെ പേര് ഓർമ്മിപ്പിച്ചാൽ ദുരഭിമാനം കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്ന ആൾക്കാരുടെ മറുവശത്തുള്ളത് അവർ അള്ളാഹുത്തല പരാമർശിക്കുകയാണ്. അവരാരാ? നല്ലവന്മാര്. എന്നാൽ ജനങ്ങളുടെ കൂട്ടത്തിൽ ചിലരുണ്ട്, അവർ എന്ന് പറഞ്ഞാല് സ്വന്തത്തെ അള്ളാഹ്ക്ക് വേണ്ടി വിൽക്കാൻ തയ്യാറാവും, അള്ളാഹുവിന്റെ പ്രീതി കാക്ഷിച്ചുകൊണ്ട്. സ്വന്തം നഫ്സിനെ അള്ളാഹ്ക്ക് കൊടുക്കുക. ഷറാ നഫ്സഹു എന്ന് പറഞ്ഞാൽ ബാ നഫ്സഹു ഇബ്തിഗാ മർളാത്തില്ലാഹി, അള്ളാഹുവിന്റെ മർളാത്ത് തേടിക്കൊണ്ട്. വക്കാന മുഖ്തദൽ മുഖാബല. അപ്പൊ നേരത്തെ പറഞ്ഞ കൂട്ടരുടെയും ഇപ്പറഞ്ഞ കൂട്ടരുടെയും ഈ താരതമ്യം, അതിന്റെ ആശയം എന്താ? അൻ യൂസഫ ഹാദൽ ഫരീഖു ബിൽ അമലി സ്വാലിഹ് മഅ അദ്ദഅവ വതവജ്ജുഹ് ബിൽ ഖൗൽ. ഈ കൂട്ടര് സാലിഹായ അമല് ചെയ്യുന്നവരാണെന്നുള്ള വിശേഷിപ്പിക്കലാണ്, വസ്ഫാണ് അള്ളാഹ് ഉദ്ദേശിച്ചത്. എന്നാൽ അവർക്ക് ദാവ്യൊന്നുമില്ല, ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള വാദം ഒന്നുമില്ല. അവർ സദൂർത്തരായി ശാന്തമായി ജോലി ചെയ്തു. അതേപോലെ തവജ്ജുഹ് ബിൽ ഖൗൽ, വാക്കുകൊണ്ടുള്ള വലിമ കാണിക്കലും അതൊന്നുമില്ല. ആൾക്കാരെ പൊട്ടിസാക്കണ പിന്നെ മുഞ്ചുള്ള വാക്ക് അതൊന്നുമില്ല. അവകാശവാദങ്ങളുമില്ല. അവർ ശാന്തമായി അങ്ങനെ വർക്ക് ചെയ്യുന്നു. അള്ളാഹ്ക്ക് വേണ്ടി ഇഷ്ടമുള്ള അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള അമലുകൾ അവർ ചെയ്തുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്നു. അവ മുത്താബഖത്തി ഖൗലിഹി അമൽ, അല്ലെങ്കിൽ ഖൗലും അമലും തമ്മിൽ യോജിച്ചുകൊണ്ട് അങ്ങനെ പറയുന്നു. അത് മുവാഫഖത്ത് ലിസാനിഹി ലിമാഫി ഖൽബിഹി, അല്ലെങ്കിൽ അവരുടെ ലിസാനിലുള്ളതും കൽബിലുള്ളതും മുവാഫിഖാണ് എന്നുള്ളതാണ് അല്ലാഹു തആല പറയുന്നത്. വല്ല ആയത്തു തളമ്മന, അതായത് ഉള്ളിലൊന്നും പുറത്തൊന്നുമില്ല അവർക്കില്ല. ഖൗലും അമലും മുത്താബിഖാണ്, ലിസാനിലുള്ളതും പുറത്ത് ഹൃദയത്തിലുള്ളതും ഒരുപോലെയാണ്. വല്ല ആയത്തു തളമ്മനത് ഹാദൽ വസ്ഫ, ഈ ഒരു വിശേഷണം ഈ ആയത്തിൽ ഉണ്ട്. വൈലം തൻതിഖ്, അങ്ങനെ വ്യക്തമായി ആയത്തിൽ പറയുന്നില്ലെങ്കിൽ. കാരണം ഫൈനമൻ യശ്രി ഐ യബീഉ നഫ്സഹു ലില്ലാഹ്, ഏതൊരാൾ തന്നെ അള്ളാഹ്ക്ക് വിൽക്കുന്നുവോ, ലാ യബ്ഗി സമൻ ലഹാ ഗൈറ മർളാത്തി, ആ വിൽപ്പനക്ക് അവൻ സമനായി തേടുന്നത് അള്ളാഹിന്റെ തൃപ്തി മാത്രമാണ്, വേറെ ഒന്നും അവന് മതിയാവില്ല. അള്ളാഹിന്റെ തൃപ്തി കിട്ടിയാലേ തന്റെ വിൽപ്പനക്കുള്ള വിലയായിട്ട് അവൻ പരിഗണിക്കുന്നു. ലാ തഹറ ഇല്ലൽ അമല സ്വാലിഹ് വഖൗലൽ ഹഖ്, കക്ഷി സത്പ്രവർത്തനങ്ങളും അതേപോലെ സത്യത്തിന്റെ വാക്കും അല്ലാതെ ആള് ഉദ്ദേശിക്കില്ല, തിരഞ്ഞെടുക്കില്ല, ചെയ്യില്ല. ലാ തഹറ അതിനു വേണ്ടി ലക്ഷ്യം വെക്കൂല. മാൽ ഇഖ്ലാസ് ഫിൽ ഖൽബ്, അതോടൊപ്പം കൽബ് മുഖ്ലിസ് ആയിരിക്കും. പല യതകല്ലമു ബിലിസാനൈൻ, അതുകൊണ്ട് രണ്ട് നാവ് കൊണ്ട് വർത്താനം പറയൽ ആൾക്കുണ്ടാവില്ല. വല യുഖാബിലു നാസ ബിവജ്ഹൈൻ, ഇരുമുഖവുമായി ജനങ്ങളെ അഡ്രസ് ചെയ്യാന്നുള്ളതും അയാളുടെ കാര്യത്തിൽ ഉണ്ടാവില്ല. വല യുസിറു അലാമ ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കലുള്ളതാണ് അയാൾ എല്ലാത്തിനുള്ള പ്രാധാന്യം കാണുക, അതിനേക്കാൾ ഏറെ മറ്റൊന്നിനും ഈസാർ ഒരു പ്രാധാന്യം അയാൾ കാണില്ല. അർദുൽ ഹയാത്തി ദുനിയ വമാ ഇൻദ ഖുബറാഇഹ മുത്രഫിഹ മിനൽ ഖുസൂർ, അതായത് അള്ളാഹുവിന്റെ അടുക്കലുള്ളതിനേക്കാൾ അർദുൽ ഹയാത്തി ദുനിയ, ദുനിയാവിലെ ചരക്കൽ, വമാ ഇൻദ ഖുബറാഇഹ മുത്രഫിഹ മിനൽ ഖുസൂർ, ദുനിയാവിലെ നേതാക്കന്മാരുടെയും സുഖലോലുപരായി ജീവിക്കുന്ന ആൾക്കാരുടെ അടുക്കലുള്ള കോട്ടകൊത്തളങ്ങൾ, അതൊന്നും ആൾക്ക് ഈസാർ ഉണ്ടാവില്ല, തിരഞ്ഞെടുക്കില്ല. മൊത്താജിനാവുൽ ഖുറൂർ, അതേപോലെ തന്നെ സൗന്ദര്യത്തിന്റെയും വഞ്ചനയുടെയും വിഭവങ്ങൾ അള്ളാഹുവിന്റെ അടുക്കലുള്ള പരലോകത്തുള്ളതിനേക്കാളും വലുതായിട്ട് ആക്കി വരൂല. ഹദാഹുൽ മുഅ്മിൻ അല്ലദീ യഅ്തദ്ദുൽ ഖുർആൻ ബിൽ ഈമാൻ, ഇവനാണ് മുഅ്മിൻ, ഇങ്ങനെയുള്ള ആളാണ് മുഅ്മിൻ. അഥവാ ഇയാളുടെ ഈമാനെയാണ് ഖുർആൻ എണ്ണത്ത് കൂട്ടുന്നത്. യഅ്തദ്ദു എന്ന എണ്ണത്ത് കൂട്ടുക, ശരിയായുള്ള ഈമാനായി എണ്ണത്ത് കൂട്ടുന്നത് ഇത്തരം ആൾക്കാരുടെ ഈമാനാണ്. വഅമ്മൽ ഈമാനുൽ ഖൗലി അല്ലദീ യദ്ഹർ അലൽ അൽസിന, എന്നാൽ നാവിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന കൗല് കൊണ്ടുള്ള ഈമാൻ, വലാ സവാദൽ ഖുലൂബ്, ഹൃദയത്തിന്റെ അന്തരാളങ്ങളിലേക്ക് ഒരിക്കലും ചെന്ന് സ്പർശിക്കാത്ത, നാവിൽ മാത്രം തത്തിക്കളിക്കുന്ന ഈമാൻ. വലാ തദ്ഹർ ആസാറു ഫിൽ അമാൽ, ഈമാനുള്ളതിന്റെ അടയാളങ്ങൾ പ്രവൃത്തിയിലൊന്നും പ്രകടമാവാത്ത അത്തരം ഈമാൻ. വലാ യഹ്മിൽ സാഹിബഹു ശൈഅൻ മിനൽ ഹുഖൂഖ് ലിദീനിഹി വമില്ലത്തി, മാത്രമല്ല ഈമാനുള്ള വ്യക്തിയെ അയാളുടെ ദീനിന് വേണ്ടിയും സമുദായത്തിന് വേണ്ടിയുള്ള ഹക്കുകൾ ചെയ്യാൻ പ്രേരിപ്പിക്കാത്ത ഒരു ഈമാൻ. വലാലി ഖൗമിഹി വഉമ്മത്തി, ഖൗമിന് വേണ്ടിയുള്ളത് ചെയ്യാൻ പ്രേരിപ്പിക്കാത്ത ഈമാൻ. ഫലാ ഖീമത ലഹു ഫി കിതാബില്ലാഹ്, അത്തരം ഒരു ഈമാനിന് അള്ളാഹുവിന്റെ കിതാബിൽ ഒരു വാല്യൂ ഇല്ല. വലാ യുഖാമു ലി സ്വാഹിബിഹി വസ്നുൻ ഫി യൗമില്ലാഹ്, യൗമുല്ലാഹ് യൗമുൽ ആഖിറ, അള്ളാഹുവിന്റെ ദിനത്തിൽ അഥവാ പരലോക ദിനത്തിൽ ആ വ്യക്തിക്ക് ഒരു വസ്നും ഒരു വെയിറ്റും കണക്കാക്കപ്പെടില്ല. ബൽ യുഖ്ഷ അൻ യുഖാല ലിഅബീഹി യൗമൈദിൻ, മറിച്ച് അവനോടും അവന്റെ ബന്ധുക്കളോടും അന്ന് പറയപ്പെടുക എങ്ങനെയായിരിക്കും എന്ന് വേണം ആശങ്കിക്കാൻ. എന്താ പറയാ? അദ്ഹബ്തും ത്വയ്യിബാതികും ബിഹയാതികും ദുനിയ വസ്തംതഅതും ബിഹാ
فاليوم تجزون عذاب الهون بما كنتم تستكبرون في الأرض بغير الحق وبما كنتم تفسقون. അഹ്ഖാഫിൽ വരും. അപ്പൊ അവരോട് പറയാൻ പോകുന്നത്, നിങ്ങളുടെ നല്ല അനുഭവങ്ങളൊക്കെ ദുനിയാവിലെ ജീവിതത്തിൽ നിങ്ങൾ പോക്കിക്കളഞ്ഞു, ഇനി ഇവിടെ ഒന്നും കിട്ടാല്ല. അതൊക്കെ നിങ്ങൾ അവിടുന്ന് ഇസ്തിംതാ ചെയ്തു, എൻജോയ് ചെയ്തു. ഇനി ഇവിടെ നിങ്ങൾ ഇന്ന് അങ്ങേയറ്റം മാനം കെടുത്തുന്ന ശിക്ഷയാണ്, ഹൂനിന്റെ ശിക്ഷയാണ് നിങ്ങൾ പ്രതിഫലമായിട്ട് കാണാൻ പോകും. അപ്പോ ഈ ആയത്തിന് അപ്പോ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അള്ളാഹ്ക്ക് വേണ്ടിയുള്ള സമർപ്പണം അല്ലെങ്കിൽ വിൽപ്പന എന്ന് പറയുന്ന ഈ ആശയം വേറെയും ആയത്തുകളിൽ അള്ളാഹു തആല പറയുന്നുണ്ട്. അള്ളാഹ് പറയുന്നത് മുഅ്മിനീങ്ങൾ വിറ്റിട്ടുണ്ട്, അള്ളാഹു തആല വാങ്ങിയിട്ടുണ്ട്. ഉദാഹരണം ഇങ്ങനെ ആയത്ത് സൂറത്ത് തൗബ, അള്ളാഹു മുഅ്മിനീങ്ങളുടെ നഫ്സുകളും മാലുകളും അവരോട് വാങ്ങിയിരിക്കുകയാണ്, സ്വർഗം പകരം കൊടുക്കാമെന്നുള്ള കണ്ടീഷനിൽ എന്നാണ് ആ ആയത്തിന്റെ ആരംഭം, സൂറത്ത് തൗബ 111. എന്നിട്ട് അവസാനം പറയുന്ന ആയത്തിൽ നിങ്ങൾ ഏർപ്പെട്ട ബൈഅണ്ടല്ലോ ഈ കച്ചവടം, അതിൽ നിങ്ങൾ പൂർണ്ണമായും സന്തോഷിക്കുക, തികച്ചും പ്രോഫിറ്റബിൾ ആയ ബൈആണത്. ഫൗസുൽ അലീം, ഏറ്റവും മഹത്തായുള്ള വിജയം അത് തന്നെയാണ് എന്നാണ് ആ ആയത്തിൽ 111 ആയത്തിൽ അവസാനം പറയുന്നത് തൗബ. ഫഖദ് വസഫ ഹൗലാ മുഅ്മിനീൻ ഫിൽ ആയ അല്ലതി ബഅദഹ, മുഅ്മിനീങ്ങളെ കുറിച്ച് അതിന് ശേഷമുള്ള ആയത്തിൽ വിശേഷിപ്പിച്ചത് ബിമാ യജിബു അലൽ മുഅ്മിൻ അൻ യജഅലഹു മാഹ മീസാനൻ ലിൽ ഈമാൻ വഅഹ്ലിഹി, തന്റെ ഈമാനിന്റെ ഒരു മീസാനായി, അതുപോലെ ഈമാനുള്ള ആൾക്കാരെ കണക്കാക്കാനുള്ള മീസാനായി നിശ്ചയിക്കേണ്ട എന്താണോ അതാണ് പറഞ്ഞത്. ഫനഫ്സുൽ മുഅ്മിൻ ലില്ലാഹ്, അപ്പൊ ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അയാളുടെ പൂർണ്ണ നഫ്സ് അള്ളാഹ്ക്കുള്ളതാണ്. ലാ ലിശ്ശഹ്വ വൽ ലദ്ദ അൽ ബഹീമിയ്യ വൽ മക്രി ശൈത്വാനി, അയാളുടെ ദേഹേച്ഛകൾക്കുള്ളതല്ല, മൃഗ സമാനമായ ആനന്ദത്തിന് വേണ്ടിയുള്ളതല്ല, ശൈത്താൻ്റെതായ മക്റിനും വേണ്ടി കൊടുക്കാനുള്ളതല്ല തന്റെ നഫ്സ്. ഫമൻ ആസറ ശഹ്വതഹു അല മർളാത്തി റബ്ബി, റബ്ബിന്റെ തൃപ്തി എന്നുള്ളതിനേക്കാളേറെ തന്റെ ശഹ്വത്തിന് ആരെങ്കിലും പ്രാധാന്യം കൊടുത്താൽ, വത്തിസാമി ഹുദൂദി, അള്ളാഹുവിന്റെ ഹദ്ദുകൾ മുറുകെ പിടിക്കാനുള്ളതിനേക്കാളേറെ തന്റെ ഇച്ഛകൾക്ക് ആരെങ്കിലും പ്രാധാന്യം കൊടുത്താൽ, വൽ മുഹാഫള അല ഹദീ ദീനി, അള്ളാഹുവിന്റെ ദീനിന്റെ ആ സന്മാർഗത്തിനപ്പുറം തന്റെ ഇച്ഛകളെ ഒരാൾ പ്രാധാന്യത്തോടെ കണ്ടാൽ, ഫലാ വസ്ന ലഹു ഫീ സൂഖി ഹാദൽ ബൈഅ വലാ ഖീമ, ഈ കച്ചവട മാർക്കറ്റിൽ അവന് യാതൊരു വിലയില്ല, ഒരു മൂല്യമില്ല. വലഖദ് നഅലം അന്നഹു ലാ യക്ബുറു ഹാദൽ ഖൗൽ അലൽ മഫ്തൂനീൻ ബിസീനത്തിൽ ഹയാത്തി ദുനിയ, ഭൗതിക ജീവിതത്തിന്റെ ആഡംബരത്തിൽ ഫിത്നയിലായിപ്പോയ ആൾക്കാർക്ക് ഈ വാക്ക് വളരെ വിഷമകരമാവും എന്ന് നമുക്കറിയാം. വലദാത്തിഹ വ ഖുസൂരിഹ വ ഖുമൂരിഹ വ ഹൂരിഹ, ദുനിയാവിലെ ലദ്ദത്തിന് വേണ്ടി, കൊട്ടാര കൊത്തളങ്ങൾക്ക് വേണ്ടി, മദ്യങ്ങൾക്ക് വേണ്ടി, ഇവിടുത്തെ സ്ത്രീകൾക്ക് വേണ്ടി ഒക്കെ കഴിച്ചു കൂട്ടുന്ന ആൾക്കാർക്ക് ഇത് കുറച്ച് പ്രയാസമായിരിക്കും. വൈൻകാനു യസ്അമൂന അന്നഹും മിൻ സുഅമാഇ ദീൻ, എന്നാലും അവർ വാദിക്കും ഞങ്ങൾ ദീനിന്റെ വലിയ നേതാക്കന്മാരാണ്. വഖദമതിഹിൽ മുഖ്ലിസീൻ, ദീനിന്റെ വലിയ ഇഖ്ലാസുള്ള ഖാദിമീങ്ങളാണ് തങ്ങൾ എന്നവർ വാദിക്കും. ലിഅന്നൽ ഹഖ്ഖ മുർറുൻ ഫീ മദാഖിൽ മുബ്തലീൻ, കാരണം അസത്യവാദികളുടെ മദാഖിൽ, അവരുടെ രുചിമൂളങ്ങളിൽ ഹഖ് എന്നുള്ളത് വളരെ കൈപ്പുള്ളതായിരിക്കും, അവർക്കൊരിക്കലും അത്ര ആസ്വാദികരമായിരിക്കില്ല ഹഖ് എന്നുള്ളതാണ് വിഷയം. വലായത്തു ലാ തുനാഫി മാ ദല്ലത്ത് അലൈഹി ആയത്തു ദുആ മിൻ അന്നൽ ഇസ്ലാം ശറഅ ലനാ തലബ ദുനിയ മിൻ വുജൂഹിൽ ഹസന, എന്നാൽ നമുക്ക് നല്ല മാർഗത്തിലൂടെ ദുനിയാവ് തേടുന്നത്, ദുനിയാവിന് വേണ്ടി മെനക്കെടുന്നത് ഇസ്ലാം നിയമമാക്കി തന്നിട്ടുണ്ട് എന്നുള്ള ഒരു ദഅവത്തിന് ഈ ആയത്തെതിരല്ല. കമാ ശറഅ ലനാ തലബൽ ആഖിറ, പരലോകം തേടുന്നത് ഇസ്ലാം നിയമമാക്കി തന്നതുപോലെ തന്നെ നല്ല നിലക്ക് ദുനിയാവ് തേടുന്നതും ഇസ്ലാം ശറഅാക്കി തന്നിട്ടുണ്ട് എന്ന വാദത്തിന് ഈ ആയത്തെതിരല്ല. ബൽ ഹിയ മുഅയ്യത്തുൻ ലഹ, മറിച്ച് ഇതിന് സപ്പോർട്ട് ചെയ്യുന്ന ഫൈന തലബഹ മിന തുറുഖിൽ ഹസന, കാരണം ഇതൊരാൾ നല്ല വഴിക്കൂടെ തേടുക എന്ന് പറഞ്ഞാൽ അയൽ മശ്റൂഅത്തിൻ നാഫിയ, ഉപകാരപ്രദവും നിയമവിധേയനുമായ മാർഗത്തിലൂടെ ഒരാൾ ദുനിയാവിന്റെ സുഖങ്ങൾ തേടുക എന്നുള്ളത്
ലാ യുനാഫി മർദാത്തുല്ലാഹി തആല ബിബൈഇ നഫ്സി ലഹു. അള്ളാഹുവിന് വേണ്ടി സ്വന്തം നഫ്സിനെ സമർപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിറ്റുകൊണ്ട് അവന്റെ സംതൃപ്തി തേടുക എന്നുള്ള ആശയത്തിന് ഒരിക്കലും എതിരല്ല. ലം യുഹർരിം സുബ്ഹാനഹു അലൈന ഇല്ലാ മാ ഹുവ ളാറുൻ ബിഫാഇലിഹി ഔ ഗൈരിഹി. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല ഒരു വ്യക്തിക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ആ വ്യക്തി അല്ലാത്തവർക്ക് തന്റെ ഉപദ്രവം ഉണ്ടാക്കുന്നതായ പ്രവർത്തനങ്ങൾ അതേ ഹറാമാക്കിയിട്ടുള്ളൂ. ഫലന അൻ നതമത്ത ബിഹ ഹലാല, നമുക്കത് ഹലാലായിട്ട് ആസ്വദിക്കാം, അനുഭവിക്കാം, അള്ളാഹ് അനുഭവിച്ചതൊക്കെ. വനക്കൂന മുസാബീന മർദീന അല്ലാഹി തആല, ഹലാലായി നമുക്കത് ആസ്വദിക്കാം എന്നോടുകൂടി തന്നെ നമുക്ക് അതിന് അള്ളാഹുവിനടുക്കൽ റിളയും സവാബും കിട്ടുകയും ചെയ്യാം. ഉദാഹരണം റസൂൽ പറഞ്ഞു, ഖാല ബഅദു സ്വഹാബ ലമ്മ ഖാല അലൈഹി സ്വലാത്തു വസ്സലാം വഫി ബുലൈ അഹദികും സദഖ, നിങ്ങളൊരാളുടെ ബുലയിലും സദഖയുണ്ട്. ബുല എന്ന് പറഞ്ഞാൽ ഔറത്താണ് ഉദ്ദേശം. അപ്പോൾ ഉദ്ദേശിക്കുന്നത് ലൈംഗിക ബന്ധം എന്നുള്ളതാണ്. അതിലും സദഖയുണ്ട് എന്ന് റസൂൽ പറഞ്ഞപ്പോഴും സഹാബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അയഅതി അഹദുനാ ശഹ്വതഹു വയകൂനു ലഹു ഫിഹാ അജ്റുൻ. അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങളൊരാള് അവന്റെ ഷഹ്വത്ത് പൂർത്തിയാക്കാൻ വേണ്ട പണി ചെയ്തിട്ട് അതിന് അവന് കൂലി ഉണ്ടാവുന്നതാണോ? അപ്പൊ റസൂൽ തിരിച്ചു ചോദിച്ചു, അറഅയ്തും ലൗ വളഹ ഫി ഹറാം അക്കാന ലഹി ബിസ്റുൻ. ഖിയാസിനൊക്കെ തെളിവായിട്ട് ഇതാ പറയുന്നത്. അള്ളാഹുവിന്റെ റസൂൽ തിരിച്ചു ചോദിച്ചു, മറുവശത്ത് ആലോചിക്കാൻ, നിങ്ങൾ ഹറാമായിട്ടാണ് ആ ആഗ്രഹ പൂർത്തീകരണം നടത്തിയിരുന്നെങ്കിൽ അതിന് കുറ്റം ഉണ്ടാകുമായിരുന്നില്ലേ? അപ്പൊ ഹലാലായിട്ട് നടത്തുമ്പോൾ കൂലിയുണ്ട് എന്നുള്ളതാണ്. ഖാലുനാ ഖാല ഫകദാലിക് ഇദാ വളഹ ഫിൽ ഹലാൽ കാന ലഹു അജ്ർ. അപ്പൊ ഹറാമായിട്ടാണ് ചെയ്തെങ്കിൽ കുറ്റം ഉണ്ടാവും. അപ്പൊ ഹലാലായിട്ട് നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണം നടത്തുമ്പോൾ അതിന് പ്രതിഫലമുണ്ട്. റവാഹ മുസ്ലിം അബീ ദർ. വലാകിൻ യുനാഫി മർദാത്തുല്ലാഹി തആല വയുനാഫി സആഅത്ത് ദുനിയ ഖബ്ല അൽ-ആഖിറ ഹുവ അൻ യസ്തർസില അൽ-മർഉ ഫീ സബീലി ഹുദൂദിഹി വശഹവാതിഹി ഖാരിജ അൽ-ഹുദൂദിൽ മശ്റൂഅ ഫയുഫ്സിദ ഫിൽ അർദ്. എന്നാൽ അള്ളാഹുവിന്റെ സംതൃപ്തിക്ക് എതിരായി വരുന്നത്, അതേപോലെ തന്നെ ആഖിറത്തിന് മുമ്പ് ദുനിയാവിലെ സൗഭാഗ്യം എന്നുള്ളതിനെതിരായിട്ട് വരുന്നത് എന്താണ്? ഒരു വ്യക്തി അൻ യസ്തർസില ഫീ സബീലി ഹുദൂദി, യസ്തർസില പറഞ്ഞാൽ ഒരിക്കലും ഒരു തടവില്ലാതെ അങ്ങനെ അഴിഞ്ഞു മുന്നോട്ട് പോവുക. എന്തിനാ പോണത്? അവന്റെ ഹർലുകൾ, അവന്റെ ഷഹ്വത്തുകൾ, അവന്റെ ഇച്ഛകൾ, അവന്റെ മോഹങ്ങൾ, ആ വഴിക്ക് അങ്ങനെ മുസ്തർസിലായിട്ട് അങ്ങനെ പോവുക, ഒരു തടവില്ലാതെ. ഖാരിജൽ ഹുദൂദിൽ മശ്റൂഅ, പോകുന്നത് നിയമവിധേയമായ അതിർത്തിക്ക് അപ്പുറത്താണ് പോകുന്നത്. ഫയുഫ്സിദ ഫിൽ അർദ്, അങ്ങനെ അവൻ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്നു. വലാ ഇബാലി അൻ യുഹ്ലിക ബിഇഫ്സാദിഹി അൽ ഹർസ വൻ നസ്ല, അവന്റെ ആ നാശീകരണ പ്രവർത്തനം കൊണ്ട് കൃഷിയോ മനുഷ്യ സന്താനങ്ങളോ ഒക്കെ നശിപ്പിക്കപ്പെടുന്നത് അവൻ മൈൻഡ് ചെയ്യണമെന്നല്ല, അത് വിഷയം തന്നെ അവനില്ല എന്നുള്ളതാണ്. അതാണ് എതിരായിട്ടുള്ളത്. സുമ്മ ഇന്ന ഹാദൽ ബൈഅ ലാ യതഹഖഖ് ഇല്ലാ ഇദാ കാന മിൻ യജൂദു നഫ്സിഹി വ മാലിഹി ഫീ സബീലില്ലാഹ്. പിന്നെ അള്ളാഹ്ക്ക് വേണ്ടി സ്വന്തം വിറ്റു എന്ന് പറഞ്ഞ വിൽപ്പന ശരിയാകണമെങ്കിൽ ആ വിൽക്കുന്ന വ്യക്തി തന്റെ നഫ്സും മാലും സ്വത്വവും അള്ളാഹുവിന്റെ മാർഗത്തിൽ പൂർണ്ണമായും കൊടുക്കേണ്ട വേണം, ജൂദ് നടത്തണം. ഇതാ മസത്തിൽ ഹായത്തിൽ ജാലിക്ക, കൊടുക്കേണ്ട ആവശ്യം വരികയാണെങ്കിൽ കൊടുക്കണം. ജീവൻ കൊടുക്കേണ്ടതിനാൽ ജീവൻ കൊടുക്കണം, ധനം കൊടുക്കേണ്ടതിനാൽ ധനം കൊടുക്കണം. ഫക്കൈഫ ഇത് അൽജാത്തിരിഹ ലറൂറ, അപ്പൊ പിന്നെ അനിവാര്യമായി കഴിഞ്ഞാൽ പിന്നെ എന്താണ്? ആവശ്യമുണ്ടെങ്കിൽ തന്നെ കൊടുക്കണം. അപ്പൊ അത്യാവശ്യമായിട്ട് വന്നാലോ? ജിഹാദി ആദാ ഇൽ മില്ല വൽ ഉമ്മ ഇന്ദൽ ഇദ്ദ അലൈഹിമ, സമുദായത്തിന്റെ ശത്രുക്കള് സമുദായത്തോട് അതിക്രമം കാണിക്കുമ്പോൾ അവരോട് ജിഹാദ് ചെയ്യുക എന്നുള്ളത് അനിവാര്യമാണ്. അവൽ ഇസ്ലാം അല ഷൈമിൻ ദാറുൽ ഇസ്ലാം, അല്ലെങ്കിൽ ദാറുൽ ഇസ്ലാമിൽ എന്തെങ്കിലും ഒന്ന് അവരുടെ ആധിപത്യത്തിലാക്കുമ്പോൾ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി പോരാടുക എന്നുള്ളത് അനിവാര്യമാണ്. അപ്പോ ആവശ്യമുള്ള സമയത്തിന് എന്താ അങ്ങനെയാണെങ്കിൽ അത് അത്യാവശ്യം ഇത്രമാത്രം നിർബന്ധമാണ്. വഹൈൻ യകൂൻ ഫർദൻ ഐനിയൻ അലാ ജമീൽ അഫ്റാദ്, ഇത്തരം ഒരു സ്ഥിതിവിശേഷം ഒരു ഇസ്ലാമിക നാട്ടിൽ വന്നാൽ ഓരോ വ്യക്തിക്കും ആ ജിഹാദ് ഐനിയായ ഫർദായി മാറും, കിഫായിയായ ഫർദല്ല, വ്യക്തിപരമായ ഫർദായിട്ട് മാറും. ഫമൻ ഖദറ അൽ ജിഹാദ് ബി നഫ്സിഹി വജബ അലൈഹി, അപ്പൊ സ്വന്തം നഫ്സ് കൊടുത്തിട്ട് ഒരാൾക്ക് ജിഹാദ് കഴിഞ്ഞെങ്കിൽ അത് അവൻ ചെയ്യണം നിർബന്ധമായിട്ട്. ഫമൻ ഖദറ അലൈഹി ബി മാലിഹി വജബ അലൈഹി, സ്വന്തം മാല് കൊടുത്തിട്ട് ജിഹാദ് ചെയ്യാൻ കഴിയെങ്കിൽ അത് അവൻ ചെയ്യണം നിർബന്ധമായിട്ടും. ഫമൻ ഖദറ അലൈഹി ബിഹിമാ മഅൻ വജബ അലൈഹി, രണ്ടും കൊടുക്കാൻ കഴിയുന്ന ആൾക്ക് രണ്ടും വാജിബാവും. സ്വത്തും കൊടുക്കാനുണ്ട്, ശരീരവും കൊടുക്കാനുണ്ട്, എങ്കിൽ ആ രണ്ടും കൊടുക്കാൻ തയ്യാറാവും. എന്താണ് ഈ സബീലുല്ലാഹ്? സബീലുല്ലാഹി ഹിയ അത്തരീഖുൽ മൂസില ഇലാ മർദാത്തിഹി, അള്ളാഹിന്റെ മാർഗം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സംതൃപ്തിയിലേക്ക് എത്തിക്കുന്ന മാർഗം എന്നാണ്. വഹിയല്ലത്തി യഹ്ഫദ് ബിഹാ ദീനഹു, തന്റെ ദീനിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന മാർഗം.
വയുസ്ലി ബിഹ ഹാൽ ഇബാദിഹി, അതോടൊപ്പം മനുഷ്യരുടെ ഹാൽ നന്നാക്കാനും പറ്റിയ മാർഗം. മാന ഹാദ അന്നഹു ലാ യക്തഫി മിൻ അൻ യക്തസിബ ബിൽ ഹലാൽ. ഇതിന്റെ അർത്ഥം എന്താണ്? ഒരു മുഅ്മിൻ ഹലാല് മാത്രം സമ്പാദിക്കുന്നു എന്ന് മാത്രം പോരാ. വയതമത്ത ബിൽ ഹലാൽ, ഹലാല് മാത്രം ആസ്വദിക്കുന്നു എന്ന് മാത്രം പോരാ. വയംഫ നഫ്സഹു വലാ യദുറു ഗൈറഹു, അയാൾ തനിക്ക് ഉപകാരം ചെയ്യുന്നു, വേറെ ഉപദ്രവിക്കുന്നില്ല. വൻ യുസല്ലി വയസ്സും നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് വിൽക്കുന്നുണ്ട്, ഇത് മാത്രം പോരാ. അപ്പോൾ അവനാന്റെ സ്വന്തം കാര്യമായിട്ട് നിസ്കാരം നോമ്പ് പോയിട്ട് വേറെ ഉപദ്രവിക്കാതെ വേറെ കാര്യത്തിൽ ഇടപെടാതെ അങ്ങനെ ജീവിച്ചാൽ മാത്രം പോരാ. കാരണം ഇതൊക്കെ എന്നെ കുല്ല ഹാദായ ആമലഹുൽ നഫ്സി ഖാസ, ഇതൊക്കെ ഒരാള് അവനവന് വേണ്ടി മാത്രം ചെയ്യുന്ന കാര്യമാണ്. ആള് നിസ്കരിക്കുന്നു, നോമ്പ് വിൽക്കുന്നു, ആരെയും ഉപദ്രവിക്കുന്നില്ല, ഇതൊക്കെയുള്ള ഹാസായിട്ടുള്ള നേട്ടത്തിനുള്ള. ബൽ യജിബൻ യക്കൂന വജൂദു അവസ്ഥ, സാമൂഹികമായ ഒരു ആവശ്യം വരുമ്പോൾ ഇയാൾ വ്യക്തിപരമായി പ്രവർത്തിച്ചാൽ മാത്രം പോരാ. ഇയാളുടെ ആസ്തിക്യം കുറെ കൂടി കോമൺ ആയിട്ട് വിശാലമായിട്ട് വരണം. അമലുഹു അംഫ അഷ്മല അംഫ, ഇയാളുടെ അമലുകൾ കൂടുതൽ സമഗ്രമായിട്ട് മറ്റുള്ളവർ ഉൾക്കൊള്ളണം, കൂടുതൽ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന അമലായിരിക്കണം. അപ്പൊ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യാനും അവർക്ക് ഉപദ്രവങ്ങൾ തടുക്കാനും അദ്ദേഹം എല്ലാ സഹായവും ചെയ്യണം. ബിഹിഫ്ദ് ശരിയ, ശരീഅത്ത് ശരിക്കും സംരക്ഷിച്ചുകൊണ്ട്, താജീസുൽ ഉമ്മ ബിൽ മാൽ വൽ അമാൽ, തന്റെ അമലുകളിലൂടെയും സമ്പത്തിലൂടെയും ഉമ്മത്തിനെ സ്ട്രെങ്തൻ ചെയ്തുകൊണ്ടും അത് ചെയ്യണം. വദ്ദഅവ അലൽ ഖൈർ, ഖൈറിലേക്ക് ക്ഷണിച്ചുകൊണ്ടും അത് ചെയ്യണം. മുഖാമത്തി ഷർറിനെ നേരിട്ടുകൊണ്ട് ചെയ്യണം. വല അഫ്ള ദാലിക ഇലാ ബദലി റൂഹി, ഒരു പക്ഷെ അങ്ങനെ ചെയ്യുന്നത് അയാളുടെ ജീവൻ കൊടുക്കുന്നിടത്തേക്ക് എത്തിച്ചേക്കാം, അയാളുടെ ജീവൻ തന്നെ ബദൽ ചെയ്യേണ്ടി വന്നേക്കാം. അങ്ങനെയാണെങ്കിൽ അതും അയാളുടെ കടമയാണ് എന്നാണ് സബീറുള്ള എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്. ഫൈൻ ഖസ്സറ ഫി വാജിബിൻ യതഅല്ലഖ് ബിഹിഫ്ദിൽ മില്ല വഅജത്തിൽ ഉമ്മ മിൻ ഗൈരി ഉദ്രിൻ ശർഈ. ഇനി സമുദായത്തിന്റെ പ്രൊട്ടക്ഷൻ, ഉമ്മത്തിന്റെ അഭിമാനത്തിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ, അതൊരാൾ വീഴ്ച വരുത്തുകയാണ്, പ്രത്യേകിച്ച് ശർഈയായ കാരണമൊന്നുമില്ലാതെ അതിൽ വീഴ്ച വരുത്തിയാൽ ഫഖദ് ആസറ നഫ്സഹു അലാ മർളാത്തില്ല, അവൻ അള്ളാഹുവിന്റെ സംതൃപ്തിയേക്കാൾ സ്വന്തം നഫ്സിന് പ്രാധാന്യം കൊടുത്തവനായി മാറി. വഖറജ മിൻ സുബ്രത്തി കമലത്തിൽ മുഅ്മിനീൻ, പൂർണ്ണ ഈമാനുള്ള ആൾക്കാരുടെ സംഘത്തിൽ നിന്ന് അവൻ പുറത്തായി. അല്ലദീന ബാഅു അൻഫുസഹും ബില്ലാഹ്, ആരാ പൂർണ്ണ ഈമാനുള്ളവർ? തങ്ങളുടെ സ്വന്തം നഫ്സിന് അള്ളാഹ്ക്ക് വേണ്ടി വിൽപ്പന നടത്തിയവർ. ആ കൂട്ടത്തിൽ അവനില്ല. വക്കാന അക്ബർ ഇജ്റാമൻ മൻ യുഖസ്സിർ ഫി വാജിബിൻ ലാ യറു തഖ്സീറു ഫീഹി ഇല്ലാ ബിനഫ്സിഹി, സ്വന്തം നഫ്സിന് മാത്രം ഉപദ്രവം ഉണ്ടാക്കുന്ന ഒരു വീഴ്ചയേക്കാൾ ഏറെ കുറ്റക്കാരനാവും സമുദായത്തിന് പ്രശ്നം ഉണ്ടാക്കുന്ന വീഴ്ച വരുത്തുന്നവൻ. ഒരാൾ വ്യക്തിപരമായിട്ട് മാത്രം പ്രശ്നം ഉണ്ടാക്കുന്ന വീഴ്ചയാണെങ്കിൽ അത് അത്ര വിഷയമല്ല. പക്ഷെ സമുദായത്തിന് മൊത്തം വീഴ്ച ഉണ്ടാക്കുന്ന ഒരു പ്രവർത്തനമാണെങ്കിൽ കൂടുതൽ ഇജ്റാമായിട്ട് വരും, ക്രൈമായിട്ട് വരും. ഹിക്മത്ത് ഫി തർബിയത്തിൻ നഫ്സി ബിൽ അമാലിൽ ഹസന വൽ അഖ്ലാഖിൽ ഫാദില. എന്താ കാര്യം വെച്ചാൽ സൽപ്രവർത്തനങ്ങൾ ചെയ്തും ശ്രേഷ്ഠ സ്വഭാവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടും മനുഷ്യന്റെ നഫ്സിനെ തർബിയത്ത് ചെയ്യുക, ശിക്ഷണം കൊടുക്കുക എന്നുള്ളതിൽ അടങ്ങിയ ഹിക്മത്ത് ഉണ്ടല്ലോ. ഹിയ അൻ തർത്തഖിയ വയത്തസിയ വജൂദുഹാ ഫി ദുനിയ, അതെന്താണ്? അതിങ്ങനെ പുരോഗതിപ്പെട്ട് വരണം, ദുനിയാവിലെ അതിന്റെ വജൂദ് ഇങ്ങനെ വിശാലമായിട്ട് വരണം. ഫയാവുമ ഹൈറുഹ, എന്നിട്ട് അതിന്റെ ഹൈർ വലുതാവണം. വയൻതഫി അന്നാസ് ബിഹ, അതുകൊണ്ട് ജനങ്ങൾക്കെല്ലാം ഉപകാരം കിട്ടണം. ഇതാണ് ഇസ്ലാമിന്റെ കൺസെപ്റ്റ്. അപ്പൊ തെക്കുൻ ഫിൽ ആഖിറ അഹ്ലൻ ലി ജിവാരില്ലാഹി തആല, അതിനു പുറമെ ഈ നന്മയിലൂടെ അവൻ പരലോകത്തെത്തുമ്പോൾ അള്ളാഹുവിന്റെ സാമീപ്യത്തിന് യോഗ്യനായി മാറണം. മാൻ നബിയീൻ വസിദ്ദീഖീൻ വശുഹദാ വസ്സാലിഹീൻ, ഈ പറഞ്ഞ അമ്പിയാക്കൾ, സിദ്ദീഖീൻ, ശുഹദാക്കൾ, സാലിഹീൻ ഇവരുടെ എല്ലാം കൂടെ പരലോകത്ത് സ്വർഗത്തിൽ എത്തിച്ചേരാനുള്ള അർഹത അവൻ നേടിയെടുക്കണം. ആരാണ് ഇവര്? അല്ലദീന ബദലു അൻഫുസഹും വഅംവാലഹും